അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കണ്ണടിപ്പറമ്പ് ദാറുൽ ഹസനാത്തിലെ സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ് വഖഫ് നിയമങ്ങൾ, അതിൻ്റെ മാറ്റങ്ങൾ അനുബന്ധമായിട്ട് വഖഫ് ലോ ചേഞ്ചസ് ആൻഡ് ചാലഞ്ചസ് എന്നുള്ള പേരിൽ നടത്തുന്ന പരിപാടിയിലാണ് സംഗമിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ കുറച്ച് സമയം വൈകിയതിൽ ഖേദം. വേറൊരു പരിപാടി അനുബന്ധമായിട്ട് വന്നതിൻ്റെ ചില മാറ്റങ്ങൾ കാരണത്താലാണ് വൈകിയത്. ഇൻഷാ അല്ലാഹ് ഹസനാത്തിൽ പ്രത്യേകിച്ച് ഇത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങളിലൊക്കെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മുമ്പേയും വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ പരിപാടികളും ആ ഒരു കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയുന്നതാണ്, കണ്ടുവരുന്നതാണ്. അതിൻ്റെ പുതിയ കമ്മിറ്റി നിലവിൽ വന്നതും കണ്ടിരുന്നു. അതിൻ്റെ ആദ്യ ഒരു ടോക്ക് സീരീസിൽ, സിഗ്മ എന്നുള്ള പേരിൽ നടത്തുന്ന ടോക്ക് സീരീസിൽ പുതിയ കാലം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ടൊരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നിയമവശത്തിൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ ഞങ്ങളുമായി സംവദിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്നു. എന്നുള്ള ഒരു ഇൻട്രോട് കൂടിയിട്ട് നമ്മൾ വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. വഖഫ് ലോ ചേഞ്ചസ് ആൻഡ് ചാലഞ്ചസ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോക്ക് സീരീസിൻ്റെ വിഷയമായിട്ട് കണ്ടത്. വഖഫ് ലോയുടെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഏറ്റവും അടുത്ത് വന്ന അമെൻമെൻറ്റ് ബില്ലും അത് പിന്നീട് ആക്ട് ആയതും അതിലുണ്ടായിട്ടുള്ള പഴയ നിയമവശങ്ങളിൽ നിന്നുള്ള മാറ്റങ്ങളും അത് പുതിയ കാലത്ത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ, അത് ഉയർത്തുന്ന വെല്ലുവിളികൾ, സമുദായത്തിന് തന്നെ അപ്പുറത്തേക്ക് ജനാധിപത്യപരമായി അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങൾക്ക് അത് എത്രത്തോളം തിരിച്ചടിയാണ് എന്നുള്ള വിഷയങ്ങളിലേക്കൊക്കെ പോകുന്ന രൂപത്തിലാണ് ചർച്ച ഉള്ളത്. ആ ചർച്ചയുടെ ആരംഭത്തിൽ ഞാനിങ്ങനെ ഓർക്കുന്നത് ഈ അടുത്ത് വായിച്ചൊരു പുസ്തകത്തിൻ്റെ ഭാഗമാണ്. പുസ്തകം മീൻസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന ആ ചർച്ചകൾ ഏകദേശം 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തിട്ടാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നത്. അപ്പോൾ ആ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ നടന്ന വിഷയങ്ങളെല്ലാം, ആ ചർച്ചകളെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് അസംബ്ലി ഡിബേറ്റ്സ് എന്നുള്ള പേരിൽ ചില വാല്യങ്ങളാക്കി ഇതിന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ കാലത്ത് നടന്ന ഓരോ സാധനങ്ങളെയും, ഓരോ ചർച്ചകളും ഓരോ അഭിപ്രായങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള 5-6 വാല്യങ്ങളുള്ള പുസ്തകങ്ങളാണ്. അതിൽ ഇന്ത്യൻ മതേതരത്തിൻ്റെ കാതലായിട്ടുള്ളൊരു ഭാഗമായ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളിൻ്റെ ആദ്യത്തിൽ അതെങ്ങനെ ആരംഭിക്കണം എന്നുള്ളൊരു ചർച്ച വരുന്നുണ്ട്. ഏത് പേരിലാണ് ആ ചർച്ച അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു ചർച്ച വരുന്നിടത്ത് 2-3 ദിവസം എടുത്തിട്ടാണ് ആ ചർച്ചകൾ നടന്നത്. 1949 ഓഗസ്റ്റ് 10, 11, 12 ദിവസങ്ങൾ എടുത്തിട്ടാണ് ആ ചർച്ച വന്നത് എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ അതിലൊരു അമെൻമെൻറ്റ് വേണമെന്നുള്ള പേരിൽ HV കമ്മത്ത് പറഞ്ഞ ഒരു ആവശ്യം, ലെറ്റ്സ് ബിഗിൻ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്രിയാമ്പിൾ അതിനെ നമുക്ക് ദൈവനാമത്തിൽ ആരംഭിച്ചാലോ എന്ന് HV കമ്മത്ത് ഒരു അമെൻമെൻറ്റ് പോലെ കൊണ്ടുവരികയും അതിൻ്റെ പിന്നോടിയായി അതിൻ്റെ ഭാഗമായിട്ട് വന്ന ചർച്ചകളുമാണ് ആ 3 ദിവസത്തെ കാര്യങ്ങൾ എൻ്റെ ഒറിജിനൽ ടെക്സ്റ്റിൽ എടുത്ത് വായിച്ചത്. അപ്പോൾ അതിനുശേഷം ഇങ്ങനെ ദൈവനാമത്തിൽ തുടങ്ങാമെന്നുള്ള വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ അതിനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് പണ്ഡിറ്റ് ഖുസ്രു പറഞ്ഞ അഭിപ്രായം ഒരു സെക്ടേറിയൻ സ്പിരിറ്റ് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മതമില്ലാത്ത ആളുകളും ജീവിക്കുന്ന ഇന്ത്യയിൽ ദൈവനാമത്തിൽ തുടങ്ങുന്നു എന്നുള്ള പേരിൽ അല്ലെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന പേരിൽ പ്രിയാമ്പിൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മതമില്ലാത്ത ആളുകളെ പരിഗണിക്കാത്ത ഒന്നായിട്ട് മാറില്ലേ എന്നുള്ള അഭിപ്രായം പണ്ഡിറ്റ് ഖുസ്രു മുന്നോട്ട് വെച്ചു. അപ്പോഴാണ് പണ്ഡിറ്റ് മാളവ്യ അതിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനൊന്നുകൂടി ലഘൂകരിച്ചുകൊണ്ട് അങ്ങനെയെങ്കിൽ ദൈവനാമത്തിൽ എന്ന് വേണ്ട, ബൈ ദ ഗ്രേസ് ഓഫ് ബീയിങ് ലോർഡ് ഓഫ് യൂണിവേഴ്സ്, പ്രപഞ്ചനാഥനെ എന്നർത്ഥം വരുന്ന ഒന്നുകൂടിയൊക്കെ ലഘൂകരിച്ച രൂപത്തിൽ നമുക്കതിനെ കൊണ്ടുവന്നാലോ എന്നൊരാവശ്യം അവിടെ പണ്ഡിറ്റ് മാളവ്യ ഉന്നയിക്കുന്നു. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നാൽ ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ സ്പിരിറ്റ് ആസ് ദർ ഈസ് എ പ്രൊവിഷൻ ഫോർ അഫർമേഷൻ ഓൺ ഓത്ത്. നമുക്കറിയാം, സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് ദൈവനാമത്തിൽ എന്ന് പലരും വിശ്വാസികളായക്കാർ പറയുന്നതിന് കൂടെ ദൃഢപ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രൊവിഷനെ ഇല്ലായ്മ ചെയ്യുന്നതാവും തുടക്കത്തിൽ ഈ അർത്ഥത്തിലുള്ള ദൈവനാമത്തിൽ കൊണ്ടുവരുന്ന ഒരു ഭരണഘടനയുടെ ആമുഖത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. അപ്പോൾ അതിന് സക്സേന, അതേ കമ്മിറ്റിയിൽ അത് ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഉണ്ടായിരുന്ന മറ്റൊരു അംഗമായ സക്സേന നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ DPSP, അതിന്റെ ആത്മാവ് എന്നറിയപ്പെടുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പോലും കടമെടുത്ത അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആരംഭം വരുന്നത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന പേരിലാണ്. അതുകൊണ്ട് നമുക്കും ദൈവനാമത്തിൽ തുടങ്ങാലോ എന്നൊരാവശ്യം സക്സേന മുന്നോട്ട് വെക്കുന്നു. അതിനെതിർത്തുകൊണ്ട് മറ്റൊരംഗം അങ്ങനെ ദൈവനാമത്തിൽ എന്ന പേരിൽ അത് തുടങ്ങുകയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുമ്പോൾ ദൈവത്തിന്റെ പേരിൽ ആ വിഷയങ്ങൾ വോട്ടിനിടേണ്ട സാഹചര്യം ഒരിക്കലാകുമെന്ന എതിരഭിപ്രായങ്ങൾ വരുന്നു. അങ്ങനെ മനോഹരമായൊരു ചർച്ച അവസാനിക്കുന്നിടത്ത് 68-41 പേർ ആ വിഷയത്തിന് അനുകൂലമായിട്ടും അതിനെ ഓപ്പോസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒന്നുമല്ലാതെ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖം
വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന പേരിൽ ആരംഭിക്കുന്നത് മനോഹരമായ ഒരു ചർച്ചയുടെ പുറത്താണ് എന്നുള്ള സാധനം കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ഡിബേറ്റ്സുകൾ വായിച്ചെടുത്ത് കാണാൻ പറ്റും. അങ്ങനെ പല സന്ദർഭങ്ങളിലും രാജേന്ദ്ര പ്രസാദ് തന്നെ 1940 ഈ സാധനങ്ങൾ ചർച്ചകളുടെ ആരംഭം വരുമ്പോൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയുടെ ആരംഭങ്ങൾ വരുന്ന കാലഘട്ടത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ആദ്യ ചർച്ചകളിൽ ആദ്യ കമ്മിറ്റികളിൽ ചില ന്യൂനപക്ഷ സമുദായങ്ങളുടെ പ്രാതിനിധ്യം ഇല്ലാതായപ്പോൾ ആ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് അത്തരം ആളുകൾ, മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, അത്തരം ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് അവർ പ്രതികരിക്കുക എന്ന് നോക്കിയിട്ടാവണം നമ്മുടെ പ്രതികരണങ്ങൾ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മനോഹരമായ ഒരുപാട് ചർച്ചകളും മറ്റൊക്കെ നടന്ന് രൂപീകരിക്കപ്പെട്ട, അതിൽ തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത പലതും വോട്ടിനിട്ട് പരാജയപ്പെടുത്തി ഒരു മനോഹരമായി രൂപപ്പെട്ട ഒരു ഭരണഘടനയുടെ കീഴിൽ അതിൽ അഭിമാനിക്കാൻ കഴിയുന്ന ഒരാളുകൾക്കാണ് ഇന്ന് പുതിയ കാലത്ത് ചൂടപ്പം പോലെ പല നിയമങ്ങളും ചുട്ടെടുക്കപ്പെടുന്ന, അതിന്റെ ഏറ്റവും അവസാനത്തെ ഘട്ടം നിലക്ക് വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസ്സാക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് എന്താണ് വഖഫ്, ഇസ്ലാമിക നിയമവശത്തിൽ എന്താണ് വഖഫ് എന്നുള്ളത് വലിയ അർത്ഥത്തിൽ വിശദീകരിച്ച് പരിചയപ്പെടുത്തേണ്ടി വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മുസ്ലിം വിശ്വാസിയായ ആള് അയാളുടെ സ്വന്തം പ്രോപ്പർട്ടി അതും ദൈവനാമത്തിൽ എല്ലാ കാലത്തേക്കും സമർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷനെയാണ്, അവരുടെ സ്വയം സമ്മതത്തോടെയുള്ള ഒരു കോൺട്രിബ്യൂഷനെ കുറിച്ചാണ് വഖഫ് എന്ന് പറയുന്നത്. അത് മതപരമായ അല്ലെങ്കിൽ ആത്മീയമായ, റിലീജിയസ് ഓർ പയസ് ആൻഡ് ചാരിറ്റബിൾ, ഇങ്ങനെ 3 ഏരിയകളിൽ നിൽക്കുന്ന ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൈവിക വഴിയിൽ സമർപ്പിക്കുന്ന രീതിയെക്കുറിച്ചാണ് നമ്മൾ വഖഫ് എന്ന് വളരെ സിമ്പിളായിട്ട് പറയാൻ കഴിയും. അതിനുള്ളിലോട്ട് പോകുമ്പോൾ തന്നെ ആ വസ്തു അല്ലെങ്കിൽ അതിൽ പെടുന്ന ഓരോ കാര്യങ്ങളും, വഖഫ് ചെയ്യുന്ന ആൾ എങ്ങനെയാവണം, അതിൻ്റെ ഉടമയാവണം, അയാൾക്ക് ക്രയവിക്രയത്തിന് അധികാരമുള്ള ആളാവണം. ഈ വഖഫ് ചെയ്യപ്പെടുന്ന ആളാണെങ്കിൽ അത് കിട്ടുന്ന സമയത്ത് തന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്ന, ഉദാഹരണത്തിന് ഗർഭസ്ഥ ശിശുവായ ആൾക്കൊന്നും വഖഫ് ചെയ്യാൻ കഴിയില്ല, കാരണം അയാൾ അത് ഉപയോഗിക്കാൻ പറ്റുന്ന കോലത്തിലാവില്ല. അത് വഖഫ് ആവുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ആളാവണം. ഈ വഖഫ് ചെയ്യപ്പെടുന്ന വസ്തുവാണെങ്കിൽ തന്നെ അതും ഭാവിയിൽ നിർമ്മിക്കാൻ പോകുന്ന ഒരു സാധനത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു കെട്ടിടം ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാധനത്തെ വഖഫ് നിലക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. അത് നിലവിലുള്ളൊരു സാധനം ഒന്നാകണം. ഇനി അതിൻ്റെ ആ സാധനം തന്നെ ഉപയോഗം കൊണ്ട് നശിക്കുന്നതാവരുത്. ഇപ്പോൾ ഒരു തോട്ടത്തിലെ പഴങ്ങൾ മാത്രം വഖഫ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാൻ പറ്റൂല, കാരണം പഴം അത് ഉപയോഗത്തോടെ നശിക്കുന്നതാണ്. എന്നൊരു തോട്ടം മൊത്തം വഖഫ് ചെയ്ത് അതിലെ പഴങ്ങൾ ഇതിന് ഉപയോഗപ്പെടുത്താം എന്നുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ, വഖഫിന് ഉപയോഗിക്കുന്ന സാധനം നശിക്കുന്നതാവാതെ അതിൻ്റെ ആ ഒരു മൂലവസ്തുവോടെ നിലനിന്നുകൊണ്ട് അതിൻ്റെ ഫലങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കോലത്തിലാകാം എന്നുള്ളതാണ് വഖഫിനെ കുറിച്ച് പറയുന്ന അതിൻ്റെ ഇതിൽ ആ വസ്തുവിനെ കുറിച്ച് പറയുന്നത്. അതിൻ്റെ വചനം പറയുന്നിടത്ത് അത് ഷാഫി മദ്ഹബിലൊക്കെ മൊഴി തന്നെ, കാരണം അതിൽ ക്രയവിക്രയ ആയതുകൊണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് എങ്ങനെ, അല്ലെങ്കിൽ അത് വഖഫ് ചെയ്യുന്നു എന്നുള്ള മൊഴി ഉണ്ടാകണമെന്നുണ്ട്. അല്ല വഖഫിലേക്ക് സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള ഏതെങ്കിലുമൊക്കെ രൂപത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായാൽ തന്നെ, എന്ന് പറഞ്ഞാൽ അതിനെ കൊടുക്കുന്നു എന്ന അർത്ഥത്തിലുള്ള ഒരു കൈമാറ്റം ഉണ്ടായാൽ തന്നെ അത് വഖഫാവും എന്ന അഭിപ്രായമുള്ള പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. ചുരുക്കത്തിൽ വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ റിലീജിയസ്ലി അയാൾ സമ്പാദിച്ച അയാളുടെ സമ്പാദ്യം ദൈവമാർഗത്തിൽ അയാൾക്ക് പിൽക്കാലത്ത് ഉപകാരപ്പെടണം, അടുത്തൊരു ജീവിതത്തിൽ ഉപകാരപ്പെടണം എന്നുള്ള ലക്ഷ്യത്തോടൊക്കെ തീർത്തും റിലീജിയസ് ആയി കൈമാറപ്പെടുന്ന, അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൈമാറപ്പെടുന്ന രീതിയെക്കുറിച്ചാണ് സിമ്പിളായിട്ട് പറയുമ്പോൾ ഇസ്ലാമിൽ വഖഫ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത്. ചുരുക്കത്തിൽ ഇസ്ലാമിക നിയമത്തിൽ ഒരു പൊതുനന്മ ഉദ്ദേശിച്ചുകൊണ്ട് ആളുകളിലേക്ക് വസ്തുക്കൾ കൈമാറുക എന്ന് പറയുന്നതിന് കൂടെ തന്നെ അത്തരം ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, പൊതുനന്മ ലക്ഷ്യം വെച്ചിട്ട് കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വസ്തുക്കളോ അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കളോ ഒക്കെ നീക്കി വെക്കുന്ന സമ്പ്രദായങ്ങൾ അതിനു മുമ്പും പിൽക്കാലങ്ങളിലും മുൻകാലങ്ങളിലും ഉണ്ടായിരുന്നു. ഈജിപ്ഷ്യൻ കാലത്ത്, ഫറോവമാരുടെ കാലത്ത്, ഫറോവ പീരീഡുകളിൽ, അതല്ലെങ്കിൽ ആൻഷ്യൻ പുരാതന ഗ്രീക്കിലും റോമൻ സാമ്രാജ്യങ്ങളിലൊക്കെ, അറേബ്യയിൽ തന്നെ പണ്ട് കാലങ്ങളിൽ ഇതേപോലുള്ള ചാരിറ്റി ഉദ്ദേശിച്ചിട്ടോ പൊതുനന്മ ഉദ്ദേശിച്ചിട്ടോ ഉള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം, അതിൻ്റെ ഏറ്റവും പഴയ കാലങ്ങളിലേക്ക് പോകുമ്പോൾ. എന്നാൽ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റഗ്രേഷൻ, സോഷ്യൽ ഇൻ്റഗ്രേഷൻ്റെ ഭാഗമായി അവരുടെ സമുദ്ധാരണം, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സൊസൈറ്റിയിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആരോഗ്യം, വിദ്യാഭ്യാസം, ആരാധനാപരമായിട്ടുള്ള വസ്തുക്കളുടെ പരിപാലനം, ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളെ പരിപാലിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒന്നുകൂടിയൊക്കെ സാമൂഹിക ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാക്കി, ഒന്നുകൂടി പറഞ്ഞാൽ സിസ്റ്റമാറ്റിക്കായി വഖഫിനെ മാറ്റിയത് ഇസ്ലാമാണ് എന്ന് പറയാൻ പറ്റും. മറ്റ് മതങ്ങളിലും അത്തരം രീതികൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയണം. ഇനി ഇസ്ലാമിൽ വഖഫിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന
അതിൻ്റെ തെളിവുകൾ എടുക്കുമ്പോൾ ഖുർആനിലും സുന്നയിലും ഇജ്മായിലും എല്ലാം അത്തരം അതിലേക്ക് സൂചിപ്പിക്കുന്ന തെളിവുകൾ കാണാം. പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളിൽ നേരിട്ട് വഖഫിലേക്ക് സൂചിപ്പിക്കുന്ന ഘടകങ്ങളില്ലെങ്കിലും സൂറത്തു അൽ ഹദീദിലെ 7-ാം വചനം ധനികരായ ആളുകളോട് നിങ്ങളുടെ അടുത്തുള്ള സമ്പത്ത് അതിൻ്റെ ഉടമാവകാശം നിങ്ങൾക്കല്ല, നിങ്ങൾ അതിൻ്റെ ട്രസ്റ്റി മാത്രം എന്ന് പറഞ്ഞാൽ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമുള്ളവരാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു വചനമുണ്ട്. സൂറത്ത് ആലിമ്രാനിലെ 92-ാം വചനത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുതലുകൾ ദൈവമാർഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സമർപ്പിക്കുക എന്നൊക്കെ പറയുന്ന അധ്യായങ്ങൾ കാണാം. അതൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ വഖഫിലേക്കാണ് എന്നുള്ള ഒരു രീതിയിൽ പറയുന്നത്. ഡയറക്റ്റ്ലി വഖഫിനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും അതിലേക്ക് സൂചന തരുന്ന പരിശുദ്ധ ഖുർആന്റെ സൂക്തങ്ങൾ കാണാം, ആയത്തുകൾ കാണാം. അതുപോലെ തന്നെ സുന്നത്തിൽ അതിന് പിൽക്കാലത്ത് ശേഷം ഈ ഹദീസുകളിൽ നിന്നൊക്കെ ആകർഷിതരായിട്ടോ അല്ലെങ്കിൽ ആ വിഷയങ്ങളെ മനസ്സിലാക്കിയിട്ടോ പല സ്വഹാബത്തും അവരുടെ സമ്പത്ത് ഈ രൂപത്തിൽ വഖഫ് എന്ന രൂപത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവങ്ങളിലൂടെയൊക്കെ സമർപ്പിച്ചതും കാണാറുണ്ട്. അതിൽ പെട്ടതാണ് അബൂ തൽഹ അൻസാരി എന്ന് പറയുന്ന മഹാനായ സ്വഹാബി. അദ്ദേഹത്തിന്റെ ബറൂഹ എന്ന് പറയുന്ന ഒരു തോട്ടം ഇതേപോലെ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, സമർപ്പിക്കുന്നു എന്ന് പ്രവാചകനെ സമീപിക്കുന്നുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഖൈബറിൽ ഉണ്ടായിരുന്ന ഒരു ഭൂമി റസൂലെ ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറയുകയും ആ ഒരു മൂലവസ്തുവിനെ നിങ്ങൾ സംരക്ഷിച്ചിട്ട് അതിന്റെ ഫലം അതിൽ നിന്നുണ്ടാവുന്ന പ്രൊഡക്റ്റുകളെല്ലാം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്ന രീതിയിൽ ആക്കാം എന്നൊക്കെ പറയുന്ന ഹദീസുകൾ കാണാം. അപ്പൊ അതിൻ്റെയൊക്കെ ഉദ്ദേശം, അതിൻ്റെയൊക്കെ ഒരു സ്വഭാവം ഏകദേശം വഖഫിൽ പറയുന്നത് പോലെ ആ മൂലവസ്തുവിടെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ ഫലം മറ്റുള്ളവർക്ക് കാലാകാലം ഉപയോഗിക്കുന്ന വസ്തുവാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന രീതിയാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഹദീസിൽ മറ്റൊരിടത്ത് ഒരാൾ മരണപ്പെടുമ്പോൾ 3 കാര്യങ്ങൾ മാത്രമാണ് അയാൾക്ക് ഉണ്ടാവുക, നിലനിന്ന് പോവുക, ബാക്കിയെല്ലാം മുറിഞ്ഞു പോവും. അതിലൊന്ന് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ദാനധർമ്മങ്ങളും അതല്ലെങ്കിൽ ഉപകാരപ്രദമായ അറിവ്, യൂസ്ഫുൾ ആയിട്ടുള്ള നോളജും, 3-മത്തെ കാര്യം അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സന്താനങ്ങളുമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ, അത്തരം ഇടപെടലുകളെല്ലാം സൂചിപ്പിക്കുന്നത് വഖഫ് ഇസ്ലാമിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു രീതികളിലേക്കാണ്. അതുപോലെ തന്നെ ഇസ്ലാമിൽ വഖഫ് വന്ന കാലഘട്ടം അല്ലെങ്കിൽ ആദ്യകാലം മുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വഖഫിനോട് സാമ്യമുള്ള പല ഘട്ടങ്ങളും പല സമൂഹങ്ങളിലും ഉണ്ടായിരുന്നെങ്കിലും വ്യവസ്ഥാപിതമായി വഖഫ് ചെയ്യുന്ന രീതികളും അതിനെ ഒരു ആരാധനാകർമ്മത്തിന്റെ ഭാഗമാക്കുകയും പ്രതിഫലമുള്ളത് നിലക്ക് വിശ്വാസത്തിന്റെ ഭാഗമായി മനസ്സിലാക്കപ്പെടുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ അത്തരം ഒരു സംവിധാനമായി സിസ്റ്റമാറ്റിക് ആയിട്ട് വന്നത് ഇസ്ലാമിലാണ്. അത് തന്നെ ഓരോ ഘട്ടങ്ങളിലും വിവിധ രീതിയിലായിരുന്നു. ആദ്യകാലത്തൊക്കെ ഇസ്ലാമിന് മസ്ജിദുകൾ, പള്ളികൾ അല്ലെങ്കിൽ അതനുബന്ധമായിട്ടുള്ള തോട്ടങ്ങൾ, ഇതൊക്കെയായിരുന്നു ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിലക്കൊക്കെ വഖഫ് ചെയ്യുന്ന രീതികൾ ഉണ്ടായിരുന്നു. പിന്നീട് അമവി കാലഘട്ടം വന്നപ്പോൾ പ്രത്യേകമായിട്ട് അതിനൊരു കാര്യാലയം വന്നു. വഖഫ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു കാര്യാലയങ്ങൾ വെക്കുന്നു. അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ അതിന്റെ സംവിധാനങ്ങളുടെ ഒക്കെ പരിരക്ഷ ഈ വഖഫ് മുതലുകൾക്ക് വരുന്ന അല്ലെങ്കിൽ വെക്കുന്ന രീതികളൊക്കെ വന്നത് അമവി കാലഘട്ടത്തിലാണ്. അബ്ബാസി കാലഘട്ടം പറയുകയാണെങ്കിൽ വഖഫ് മുതലുകൾ അല്ലെങ്കിൽ വഖഫ് ചെയ്യുന്ന ആ ഒരു രീതി അതിന് അസാധാരണമായ വളർച്ച ഉണ്ടായിരുന്നതാണ്. ഹോസ്പിറ്റലുകൾ, എന്താ പറയുക, ആരോഗ്യരംഗത്ത് ഹോസ്പിറ്റലുകളും മറ്റൊക്കെ വഖഫ് ചെയ്യുന്ന രീതി, അതിന് സ്ഥലം കൊടുക്കുന്ന രീതി, ലൈബ്രറികൾ, ഗ്രന്ഥശാലകൾ വഖഫ് ചെയ്യുന്ന രീതികൾ ഉണ്ടായി. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ സെന്ററുകളും എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വഖഫ് ചെയ്യുന്ന രീതികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ സദറുൽ വഖൂഫ് എന്നുള്ള പേരിൽ ഒരു മെയിൻ ചീഫ് ഉദ്യോഗസ്ഥനായി അങ്ങനെ ഒരാളെ നിയമിക്കുന്ന ഘട്ടങ്ങളൊക്കെയാണ് അബ്ബാസി കാലഘട്ടം വന്നത്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് വഖഫ് നിയന്ത്രിക്കാനും അതിന് പ്രത്യേക നിയന്ത്രണങ്ങളും അതിന് കാര്യാലയങ്ങളും പ്രത്യേക ബോഡികളൊക്കെ ആയിട്ട് പിൽക്കാലങ്ങളിൽ സജീവമായി ആ ഒരു ഫേസുകളൊക്കെ നേരിട്ടിട്ടാണ് വന്നത് എന്നുള്ള. അതിന്റെ കൂട്ടത്തിൽ തന്നെ വഖഫിന്റെ പ്രയോക്താക്കളായിട്ട് ആർക്കൊക്കെയാണ് ഈ വഖഫ് ഉപകാരപ്പെടുക എന്ന് പറയുന്നിടത്ത് അതിനെ 2 ടൈപ്പാക്കി തിരിക്കുന്നുണ്ട്. പുതിയ നിയമങ്ങൾ വന്നിടത്ത് അത് അല്ലെങ്കിൽ ആ ഒരു 2 വിഭാഗങ്ങളാവുന്നത് പ്രധാനമാവുന്നു എന്നുകൊണ്ട് തന്നെ പറയാണ്. എന്ന് പറഞ്ഞാൽ 2 കോലത്തിലാണ് വഖഫ് ചെയ്യാൻ ഇസ്ലാമിൽ തന്നെ നമുക്ക് രീതികളുള്ളത്. ഒന്ന് വഖഫ് അലൽ ഔലാദ് എന്നുള്ള പേരിൽ ഒരു മനുഷ്യൻ അയാളുടെ സ്വത്തിനെ സ്വന്തം മക്കളും അവരുടെ പിൻതലമുറക്കും ഉപയോഗപ്പെടുത്താൻ അതുകൊണ്ടുള്ള ഉപയോഗപ്പെടുത്തലുകൾ അവർക്ക് വേണ്ടി വഖഫ് ചെയ്യുന്നു. അതിന്റെ ഫലം ഉപയോഗപ്പെടുത്താനുള്ള അവകാശം ഈ മക്കളിലേക്കും അവരുടെ പിൻതലമുറയിലേക്കും മാത്രം എന്ത് ചെയ്യുന്ന ചുരുക്കുന്ന ഒരു രീതിയിലുള്ള വഖഫാണ്. വഖഫിനൽ ഔലാദ് എന്നാണ് പറയുക. അവിടെ അത് ഇൻഹെറിറ്റൻസ് ആയിട്ട് എടുക്കാനോ അതിനെ വകഭേദം വരുത്താനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വിൽക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ അതിന് ഉപയോഗപ്പെടുത്താനുള്ള അവകാശം മക്കളിലേക്കും പിൻതലമുറയായിട്ട് വരുന്ന ആളുകളിലേക്കും മാത്രം ചുരുക്കുന്ന ഒരു പ്രത്യേക തരം വഖഫാണ്, ഒരു പ്രത്യേക വഖഫാണ് വഖഫിനൽ ഔലാദ് എന്ന് പറയപ്പെടുന്ന ഒരു രീതി. അത് അതിനെ ആ ഒരു വസ്തുക്കളെ അനുഭവിക്കുക എന്നുള്ളത് മാത്രം ചില ആളുകളിലേക്ക് ചുരുക്കുന്ന രീതിയാണ്. രണ്ടാമതൊന്ന് ജനറൽ രൂപത്തിലുള്ള വഖഫ്, നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ ഇതിന് വേണ്ടിയിട്ടുള്ള സോഷ്യലി കൊടുക്കുന്ന അല്ലെങ്കിൽ ചാരിറ്റിയുടെ ഭാഗമായിട്ടോ സാമൂഹിക സമുദ്ധാരണത്തിന്റെ ഭാഗമായിട്ടൊക്കെ പൊതുവിൽ ആളുകൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന രൂപത്തിൽ
ചില ആളുകളിലേക്ക് വ്യവസ്ഥപ്പെടുത്തിക്കൊണ്ട് അതിന് ആളുകളൊക്കെ നിശ്ചയിച്ചുകൊണ്ട് മുത്തവല്ലിമാരെയോ അല്ലെങ്കിൽ വഖഫ് മേൽനോട്ടം വഹിക്കുന്ന ആളുകളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വെക്കുന്ന 2 രൂപത്തിലുള്ള വഖഫുകളാണ് നിലവിലുള്ളത്. ഇത്രയാണ് ഇസ്ലാമിൽ വഖഫ് എങ്ങനെയായിരുന്നു അതിൻ്റെ പിൽക്കാല ചരിത്രങ്ങളൊക്കെ ചുരുക്കി പറയുമ്പോൾ പറയാനുള്ളത്. ഇനി ഇന്ത്യയിലെ വഖഫ് നിയമങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്തും വഖഫും അല്ലെങ്കിൽ അതിൻ്റെ പരിരക്ഷയൊക്കെ കിട്ടുന്ന മാന്യമായിട്ടുള്ള നിയമങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷവും ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷവും അത് തുടർന്നു വന്നു എന്നുള്ള ആ രീതികൾ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പുതിയ കാലത്ത് സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടൊക്കെ വരുന്നിടത്ത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ മാത്രം അത് രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫ് മുതലുകളെ കുറിച്ച് പറഞ്ഞിടത്ത് 6 ലക്ഷം ഏക്കറുകളിലായിട്ട് 5 ലക്ഷം രജിസ്റ്റർ ചെയ്ത വഖഫ് പ്രോപ്പർട്ടികൾ ഉണ്ട്. അത് ഏകദേശം 2400 കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ള കണ്ടെത്തലുകളൊക്കെ നടത്തിയിരുന്നു. അത് രജിസ്റ്റർ ചെയ്യപ്പെട്ട മുതൽ എന്ന് പറയുന്നിടത്താണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ളത് നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരണം പറഞ്ഞിടത്ത് മനസ്സിലാവും. ചുരുക്കി പറഞ്ഞാൽ അത്രയും വലിയ ഇന്ത്യൻ റെയിൽവേ ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ള ബോഡി അത് വഖഫ് ബോർഡാണ് എന്ന രൂപത്തിലൊക്കെ പലപ്പോഴും വാർത്തകൾ പലതും കണ്ടിരുന്നു. അത്രയും വിസ്തൃതിയിൽ ഭൂസ്വത്തുകളോ അല്ലെങ്കിൽ മറ്റു സാധനങ്ങളോ ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു ബോഡിയാണ് അങ്ങനെ ആളുകളുടെ വഖഫ് ചെയ്യപ്പെട്ട സ്വത്തുക്കളെ സംരക്ഷിക്കുകയും അതിന് വേണ്ട പരിരക്ഷയൊക്കെ കൊടുക്കുന്ന സംവിധാനങ്ങൾ ബ്രിട്ടീഷ് ഭരണകാലത്തും ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്തും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. പക്ഷെ അവിടെയും ആ ആളുകൾ വഖഫ് ചെയ്യപ്പെടുന്ന ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് അത് സംരക്ഷിക്കപ്പെട്ടിരുന്നോ അല്ലെങ്കിൽ അതിന്റെ പ്രയോജനപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നോ എന്നുള്ളത് സംശയമാണ്. പലയിടത്തും അത് അന്യാധീനപ്പെട്ടു പോകുന്ന ഘട്ടങ്ങൾ പല സന്ദർഭങ്ങളായിട്ടുണ്ട്. കേരളത്തിന്റെ കാര്യം എടുത്താൽ തന്നെ ഇവിടെ ഭൂപരിഷ്കരണ നിയമങ്ങളും മറ്റൊക്കെ കൊണ്ടുവന്ന കാലത്തും പല അങ്ങനെ വഖഫ് ചെയ്യപ്പെട്ട ഭൂമികളും അന്യാധീനപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ വകമാറ്റി ചെലവഴിക്കുന്ന സന്ദർഭങ്ങളൊക്കെ പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടായിട്ടുണ്ട്. അതിനെ ഒഴിവാക്കാനും അല്ലെങ്കിൽ അതിനൊന്നുകൂടിയൊക്കെ ശരിപ്പെടുത്താനും വേണ്ടിയിട്ടാണ് പലപ്പോഴും നിയമങ്ങളിൽ പല കാലങ്ങളിലുള്ള മാറ്റങ്ങളും അല്ലെങ്കിൽ അത് ഒന്നുകൂടിയൊക്കെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ വന്നെന്ന് പറയാൻ പറ്റും. ഡൽഹി സുൽത്താനേറ്റിന്റെ കാലത്താണ് പ്രധാനമായിട്ടും വഖഫ് അന്നുണ്ടായിരുന്ന ഒരു സുൽത്താൻ വഖഫ് ചെയ്യപ്പെടുന്ന രീതികൾ അല്ലെങ്കിൽ അത് മുതലുകൾ വഖഫ് ചെയ്യുന്ന രീതി ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർ കൊണ്ടുവന്ന നിയമങ്ങൾ ആ വഖഫ് ബോർഡുകൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വഖഫ് ചെയ്യപ്പെട്ട ഭൂമികൾ അല്ലെങ്കിൽ അത്തരം മുതലുകൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിലാണ് വന്നതെന്ന് പറയുന്നത്. 1913 ദ മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്നുള്ള പേരിൽ ഒരു ആക്ട് വഖഫിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സ്വത്തുക്കൾ എങ്ങനെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ അതിന്റെ രൂപത്തിലൊക്കെ ആവണം എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആദ്യമായിട്ടൊരു പ്രൊവിഷൻ ഒരു ആക്ട് ആയിട്ട് നിലവിൽ വരുന്നത് 1913. അതിന്റെ പേര് ദ മുസൽമാൻ വഖഫ് വാലിഡേറ്റിംഗ് ആക്ട് എന്നായിരുന്നു. ഒരു 10 കൊല്ലങ്ങൾക്ക് ശേഷം 1923 ആയപ്പോൾ കുറച്ചുകൂടിയൊക്കെ സുതാര്യത ആ കാര്യങ്ങളിൽ വേണം അല്ലെങ്കിൽ അതിന്റെ സംരക്ഷണം മറ്റു ലൂപ്പ് ഹോളുകളൊക്കെ ഒഴിവാക്കി അതിനൊന്നുകൂടിയൊക്കെ ദൃഢമാക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് 23 മുസൽമാൻ വഖഫ് ആക്ട് എന്നുള്ള പേരിൽ മറ്റൊരു ആക്ട് വരുന്നത്. അതിനുശേഷം 1954 ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം 54 ആ നിയമങ്ങളെ ഒന്നുകൂടിയൊക്കെ ശരിപ്പെടുത്തുന്ന രൂപത്തിൽ സെൻട്രൽ വഖഫ് ആക്ട് എന്നുള്ള പേരിൽ ഒരു സെൻട്രൽ വഖഫ് ആക്ട് വന്നു. അതിന്റെ കീഴിൽ തന്നെ ഒരു സെൻട്രൽ വഖഫ് കൗൺസിൽ ഉണ്ടായി. ആ കാലത്താണ് കേന്ദ്ര തലത്തിൽ വഖഫ് നിയമങ്ങളെ നിയന്ത്രിക്കാനും അതിനൊരു ബോഡി നിലക്ക് സെൻട്രൽ വഖഫ് കൗൺസിൽ വരുന്നത്. അതുപോലെ ഓരോ സ്റ്റേറ്റുകളിലും വഖഫ് ബോർഡുകൾ വന്നു. വഖഫ് ബോർഡുകൾ ഓരോ സ്റ്റേറ്റുകളിലും വന്നു. ഏകദേശം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അതുപോലെ പല സ്ഥലങ്ങളിലുമായിട്ട് നിലവിലുള്ളതടക്കം ഏകദേശം 32ഓളം വഖഫ് ബോർഡുകൾ ഇന്ന് നിലവിലുണ്ട്. അങ്ങനെയുള്ള വഖഫ് ബോർഡുകൾ ആദ്യമായി വരുന്നത് 54 ദ സെൻട്രൽ വഖഫ് ആക്ട് എന്നുള്ള പേരിൽ വന്ന ആ ആക്ടിന്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ ലെവലിലുള്ള വഖഫ് കൗൺസിലും വഖഫ് ബോർഡുകളൊക്കെ നിലവിൽ വരുന്നത്. പിൽക്കാലത്ത് 1995 ആയപ്പോൾ ഈ 54 ആ ഒരു സാധനത്തെ ആ ഒരു ആക്ടിനെ പറ്റി ഒഴിവാക്കുകയും പുതിയൊരു നിയമം കുറച്ചുകൂടിയൊക്കെ ഈ പറയപ്പെടുന്ന രൂപത്തിൽ വഖഫ് മുതലുകൾ അന്യാധീനപ്പെട്ടു പോകുന്നു എന്നുള്ള കണ്ടെത്തലുകളും മറ്റൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടിയൊക്കെ പരിഷ്കരിച്ച രൂപത്തിൽ വഖഫ് ആക്ട് നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ ഇന്ന് അമെൻഡ് ചെയ്യപ്പെട്ട സാധനത്തിന്റെ ഒറിജിനൽ ഫോമിൽ വഖഫ് ആക്ട് വരുന്നത് 1995 വഖഫ് ആക്ട് എന്നുള്ള പേരിൽ വരുന്നത്. അതേ വഖഫ് ആക്ട് 2013 അമെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. ചില മാറ്റങ്ങൾ വേണമെന്നുള്ള കാരണങ്ങൾ കൊണ്ട് 2013 ആയപ്പോൾ ആ വഖഫ് അമെൻമെന്റ് ബില്ല് കൊണ്ടുവന്ന് അതിനൊരു അമെൻഡഡ് ആയിട്ടുള്ള ആക്ട് ആക്കിയിട്ട് 2013 വരുന്നു. അതേ 95 ആക്ട് തന്നെയാണ് പുതിയ കാലത്ത് 2024 ഓഗസ്റ്റിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുകയും 2025 പുതിയ അമെൻമെന്റ് ആക്ട് ആയിട്ട് വഖഫ് അമെൻമെന്റ് ആക്ട് ആയിട്ട് വരുന്നത്. പുതിയ കാലത്ത് 1 ലക്ഷം കോടി രൂപ വില മതിക്കുന്ന 8.72 ലക്ഷം 1 ലക്ഷം കോടി രൂപ വില മതിക്കുന്ന രൂപത്തിലുള്ള സ്വത്ത് മുതലുകൾ
വഖഫ് ബോർഡിലുണ്ട് എന്ന് ട്രിബ്യൂണലും മറ്റൊക്കെ കണ്ടെത്തുന്ന രൂപത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും അതിൻ്റെ മാറ്റങ്ങൾ, അല്ലെങ്കിൽ പുതിയ കാലത്ത് വന്ന നിയമങ്ങളുടെ മാറ്റങ്ങളിൽ സ്റ്റേറ്റിൻ്റെ വഖഫ് ട്രിബ്യൂണലുകൾ, അത് ട്രിബ്യൂണലുകളുണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സ്റ്റേറ്റ് ബോർഡുകൾക്ക് പുറമെ, വഖഫ് ബോർഡുകൾക്ക് പുറമെ, സെൻട്രൽ ബോർഡുകൾക്ക് പുറമെ ഓരോ സെൻട്രലിലും ഓരോ സംസ്ഥാനങ്ങളിലും അതിൻ്റെ വഖഫ് ബോർഡുകൾക്ക് വഖഫ് ട്രിബ്യൂണലുകൾ രൂപീകരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. 2024 നേരത്തെ പറഞ്ഞ പോലെ ഓഗസ്റ്റിൽ വഖഫ് അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവരുന്നു. അത് പാർലമെന്റിൽ ആദ്യം അവതരിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. സംയുക്ത പാർലമെന്ററി സമിതി, ജോയിന്റ് പാർലമെന്ററി ഇതിന് അവരുടെ ആ ഒരു മീറ്റിംഗ്, JPC എന്ന് പറയപ്പെടുന്ന ആ കമ്മിറ്റി അതിനെക്കുറിച്ച് പഠിക്കുന്നു. പല മാറ്റങ്ങളും 10-40 മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന നിലക്ക് പ്രതിപക്ഷ കക്ഷികളൊക്കെ കൊടുത്ത ആ ബില്ലിനെ ഒന്നും പരിഗണിക്കാതെ അവരുടെ മാത്രം ഭരണപക്ഷികൾ അല്ലെങ്കിൽ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന 14ഓളം വരുന്ന മാറ്റങ്ങൾ മാത്രം വന്നിട്ടാണ് പുതിയ കാലത്ത് ഈ അടുത്ത് പുതിയ അമെൻമെൻറ്റ് ബില്ല് പാസ്സാക്കപ്പെടുന്ന രൂപത്തിൽ 2 സഭകളിലും പാസ്സാക്കി അത് പ്രസിഡന്റിൻ്റെ ഒപ്പുവെക്കലോടുകൂടി അത് നിയമമായി മാറിയതിൻ്റെ ആ ഒരു കഥ. ഇത്രയാണ് ഇന്ത്യയിലെ വഖഫ് നിയമങ്ങൾ എങ്ങനെ വന്നു എന്ന് പറയുന്നിടത്ത് അതിൻ്റെ ആദ്യം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ആണ് ഇതിൻ്റെ കാതലായ നമ്മൾ ഈ ഒരു ചർച്ചയുടെ ഭാഗമായി എന്താണ് പുതിയ സാധനങ്ങളിൽ വന്ന മാറ്റങ്ങൾ കുറിച്ചുള്ള ചർച്ച പ്രസക്തമാണ്. ഇനിയാണ് നമ്മൾ പുതിയ നിയമങ്ങൾ ഏതൊക്കെ അർത്ഥത്തിലാണ് 1995 അല്ലെങ്കിൽ കാലങ്ങളായി ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ എവല്യൂഷൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് ഭരണകാലത്തും അതിനുശേഷം വന്ന കാലങ്ങളിലൊക്കെ രൂപപ്പെട്ട വഖഫ്, ഇന്ത്യൻ മുസൽമാൻ അവരുടെ മതപരമായി വിശ്വസിക്കുന്ന അവരുടെ പ്രോപ്പർട്ടികൾ, മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമായി അവരുടെ പ്രോപ്പർട്ടികൾ ദാനം ചെയ്യുന്നതിന് വേണ്ട നിയമപരമായ പരിരക്ഷ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പറയപ്പെട്ട നിയമങ്ങളെല്ലാം സ്ഥാപിക്കപ്പെടുന്നത്. ഈവൻ 1995 വഖഫ് ആക്ട് അടക്കമുള്ള കാര്യങ്ങൾ, അവിടെ അത് അന്യാധീനപ്പെട്ടു പോകുന്ന, വകമാറ്റി ചെലവഴിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ആളുകൾ അതിനെ വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താതെ വഖഫ് ചെയ്യുന്ന ആളുടെ ഉദ്ദേശം പാലിക്കാതെയുള്ള മാറ്റങ്ങളും മറ്റൊന്നും വരുത്താതിരിക്കാൻ, അതിന് പരിരക്ഷ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ നിയമങ്ങളെല്ലാം പാലിക്കപ്പെട്ടത് എന്നുള്ള കാര്യം വസ്തുതയാണ്. പുതിയ കാലത്തെ നിയമം അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന നിയമങ്ങളുടെ പ്രശ്നം എന്താണ് എന്നുള്ളിടത്താണ് പ്രധാനപ്പെട്ട ചർച്ച. അതിനെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ, ഒരാൾ അയാളുടെ സെൽഫായിട്ടുള്ള പ്രോപ്പർട്ടി, അയാളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി അയാൾ എന്ത് ചെയ്യാണ്, ദൈവമാർഗത്തിൽ അയാളുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒരു കാര്യത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുന്ന ബോഡി മാത്രമാണ് വഖഫ് ബോർഡ്, ആ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ബോഡി. ഇവിടെ എങ്ങനെയാണ് ഈ പുതിയ കാലത്ത് വരുന്ന പുതിയ നിയമങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്, അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യയുടെ ഭരണഘടന ഓരോ പൗരനും കൊടുക്കുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാകുന്നു എന്ന് പഠിക്കുന്നിടത്താണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട. സിമ്പിളായിട്ട് പറഞ്ഞാൽ 2 പ്രധാന നിയമങ്ങളുടെ ലംഘനം വരുന്നു. ഒന്ന്, ഒരു മനുഷ്യന്റെ മതവിശ്വാസം, അത് ആർട്ടിക്കിൾ 25 ആണ് ഒരാൾക്ക് ഇന്ത്യയിൽ ഒരു മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം കൊടുക്കുന്നത്. 25 ഈ 25 വകുപ്പ് പ്രകാരം ഒരു മനുഷ്യന് കിട്ടുന്ന അവകാശം, അതിന്റെ ഭാഗമാണ് വഖഫ് അടക്കമുള്ള അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അത് നിലനിർത്തി പോവാന്നുള്ളത്. അവിടെ അത്തരം സാധനങ്ങളെ നിയന്ത്രിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ ആ കാര്യങ്ങളെ ഇതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിൽ നിയന്ത്രണം വരുത്താൻ, അല്ലെങ്കിൽ ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള അവകാശവും ആർട്ടിക്കിൾ 26 ഉപവകുപ്പുകൾ മുസ്ലിങ്ങൾക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. പുതിയ നിയമം വരുമ്പോൾ അതിൻ്റെ ബോഡികളിലും, വഖഫ് ബോർഡുകളാവട്ടെ, അല്ലെങ്കിൽ സെൻട്രൽ കൗൺസിലാവട്ടെ, ട്രിബ്യൂണലുകളാവട്ടെ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ആ മുസ്ലിങ്ങളായ പ്രതിനിധികളും ഉണ്ടാകണം എന്ന ഒരു സാധനം വരുന്നിടത്ത്, എന്നൊരു നിയമം പ്രധാനമായി വരുന്നിടത്ത്, അത് 26-25 പ്രകാരം മതം അനുസരിച്ച് ജീവിക്കാനും അതിൻ്റെ ഭാഗമായി തന്നെ കൈകാര്യം ചെയ്യപ്പെടുന്ന സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ, അതിൻ്റെ മെയിൻ്റനൻസ് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾക്ക് നിയന്ത്രണം വരുത്താനുമുള്ള ഒരു ഇന്ത്യൻ പൗരൻ്റെ ഒരാളുടെ അവകാശത്തെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അയാൾക്ക് കിട്ടുന്ന മൗലികാവകാശത്തിൻ്റെ ചോദ്യം ചെയ്യലാണ്. അതിനപ്പുറത്തേക്ക് അത് ആർട്ടിക്കിൾ 14 ലംഘനമാവുകയാണ്. കാരണം ആർട്ടിക്കിൾ 14 പ്രകാരം എല്ലാവർക്കും ഇക്വാലിറ്റി കിട്ടണം എന്ന് പറയുന്ന ഒരു ഏരിയയാണ്. അവിടെ മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾ അവരുടെ ഇതേപോലുള്ള പ്രോപ്പർട്ടികളോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡോ അതുപോലുള്ള ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ള മറ്റു കാര്യങ്ങളോ, ഇത്തരം ബോഡികളൊക്കെ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അത്തരം ബോഡികളിൽ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളുകൾ വേണമെന്ന നിബന്ധന ഇല്ലാതിരിക്കെ മുസ്ലിം വിശ്വാസികളുടെ അവരുടെ വഖഫ് ആക്ടുകളിൽ എന്തു വേണം, മറ്റ് മതസ്ഥരായ അല്ലെങ്കിൽ ഇതര മതസ്ഥരായ ആളുകൾ, നോൺ മുസ്ലിംസ് ആയ ആളുകളുടെ പ്രാതിനിധ്യം ഉണ്ടാകണം നടക്കുന്ന നിയമങ്ങൾ
പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഭരണഘടന ഒരു പൗരന് കൊടുക്കുന്ന അവന്റെ മൗലികാവകാശങ്ങളിൽ പെട്ട ആർട്ടിക്കിൾ 25, 26 അല്ലെങ്കിൽ 14 വിവേചനാധികാരം, അതിനെക്കുറിച്ച് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ആർട്ടിക്കിൾ 14 കൈകാര്യം ചെയ്യുന്നത്. അവിടെയും മറ്റു മതസ്ഥരും മുസ്ലിങ്ങളുമായിട്ടുള്ള ആളുകൾക്കും തമ്മിൽ വിവേചനം, അവിടെ അവരുടെ ബോഡികളും മറ്റൊന്നും മറ്റുള്ളവർക്ക് വേണമെന്നുള്ള അഭിപ്രായങ്ങൾ ഇല്ലാതിരിക്കുക, ഇവിടെ അത് കയറാനുള്ള അല്ലെങ്കിൽ അത്തരം ആളുകൾക്കുള്ള അവസരം കൊടുക്കുക, ഇങ്ങനെയുള്ളൊരു വിവേചനവും വരുന്നു എന്നുള്ള അർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിൽ ഓരോ പൗരനും കിട്ടേണ്ട ഫണ്ടമെന്റൽ റൈറ്റിന്റെ ലംഘനമാണ്, കോൺസ്റ്റിറ്റ്യൂഷണലി അത് എതിരാണ് എന്നുള്ള ഒരു പോയിന്റാണ് പ്രധാനമായിട്ട് അതിന്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പറയാൻ കഴിയും. ഇനി ഓരോ മൈന്യൂട്ട് ഘടകങ്ങളിലേക്ക് പോകുമ്പോൾ ഓരോ സെഷനുകളിലും വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും വന്ന ഒരു മാറ്റം, ഇസ്ലാമിൽ 2 രൂപത്തിലും വഖഫ് ചെയ്യാൻ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ പള്ളികളോ മറ്റോ ഒക്കെ വഖഫ് ചെയ്യുന്ന രീതി, അത് റെക്കോർഡ് ചെയ്ത് ഡോക്യുമെന്റ് ആക്കിയിട്ട് ചെയ്യുന്ന രീതി ഒന്നല്ല. എന്ന സാധനം ഞാൻ വഖഫ് ചെയ്യുന്നു എന്നൊരാൾ വാക്കാൽ പറഞ്ഞാൽ വെർബൽ ഡയലോഗായിട്ട് വരുന്ന സാധനങ്ങൾ അത് വഖഫാണ്, നിയമപ്രകാരം വഖഫാണ്. അതുകൊണ്ട് തന്നെ ആദ്യകാലം 95 നിയമത്തിൽ 2 രൂപത്തിലും ഉള്ള സാധനങ്ങളെ വഖഫാക്കി കണക്കാക്കിയിരുന്നു. വെർബലി പറഞ്ഞാലും അല്ല ഡോക്യുമെന്റായി കൊണ്ടുവരുന്ന എഴുത്തിലൂടെ വന്നിട്ടുള്ള രേഖയാക്കിയിട്ടുള്ള സാധനങ്ങളാണെങ്കിലും അത് വഖഫാണ്. 95 നിയമപ്രകാരം അതിൻ്റെ ഈ സെക്ഷൻ 3 ക്ലോസ് ഐയിൽ അതിൻ്റെ ഐ എന്ന് പറയുന്ന പേരിലുള്ള ഉപവകുപ്പ് നോക്കിയാൽ അത് വെർബലി പറയുന്നതും അല്ലാതെ ഡോക്യുമെന്റ് ആക്കുന്നതും രണ്ടും വഖഫായിരുന്നെങ്കിൽ പുതിയ കാലത്ത് നിയമം വന്നിടത്ത് ആ വെർബൽ വാക്കുകൊണ്ട് പറഞ്ഞ സാധനങ്ങളെ വഖഫാക്കാൻ കഴിയില്ല എന്നൊരു മാറ്റം അവരതിൽ കൊണ്ടുവന്നു. അതാണ് അതിൽ വന്ന പ്രധാനപ്പെട്ട ഒരു സാധനമായിട്ട് വന്നത്. പിന്നെ മറ്റൊന്ന് സെക്ഷൻ 6 മറ്റോ ഭാഗമായിട്ട് വന്നത്, അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ 3 ഭാഗമായിട്ട് തന്നെയുള്ള വകുപ്പുകളിൽ മാറ്റം വന്ന ഒരു കാര്യം, എല്ലാവർക്കും വഖഫ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിടത്തുനിന്ന് അങ്ങനെ എല്ലാവർക്കും വഖഫ് ചെയ്യാനുള്ള രീതികൾ പറ്റില്ല, നേരെ മറിച്ച് ഇസ്ലാമിൽ വിശ്വസിക്കുന്ന 5 വർഷമെങ്കിലും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസിയായ ആൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മാറ്റം, അത് ഒരു പ്രധാനപ്പെട്ട, കാരണം ഏതൊരാൾക്കും ഒരു പ്രൊബേഷൻ പീരീഡ് പോലെ 5 വർഷം വെക്കുക, 5 വർഷത്തിനുള്ളിൽ ഒരാൾ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം ചെയ്താൽ പറ്റില്ല എന്ന് പറയുന്ന, തീർത്തും നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 25 വിശ്വാസിയായിരിക്കെ ഒരാൾക്ക് കിട്ടേണ്ട അയാളുടെ മൗലികാവകാശത്തിന്റെ ലംഘനം എന്ന് സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു മാറ്റം ഈ ആർട്ടിക്കിൾ 3 ഭാഗമായിട്ട് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ വലിയ മാറ്റം എന്ന് പറയപ്പെടുന്നൊരു സാധനം വന്നത് ഈ പറയുന്ന വെർബൽ ചേഞ്ചിങ്ങിലാണ്. എന്ന് പറഞ്ഞാൽ വെർബലി പറയുന്നൊരു സാധനം അത് എന്തുകൊണ്ട് സ്വീകരിക്കപ്പെടാൻ പറ്റില്ല എന്നുള്ളിടത്ത് പുതിയ മാറ്റം അല്ലെങ്കിൽ പുതിയ നിയമം ഉദ്ദേശിക്കുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇതേ സെഷൻ്റെ തൊട്ടു താഴെ അതിൻ്റെ ആ സെഷൻ ഇടാവുന്നതാണ്. സെക്ഷൻ 14 വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ ഈ വഖഫ് ബോർഡുകളുടെ ഒരു അധികാര പരിധിയെ കുറിച്ച് പറയുന്നതാണ്. ഒരുപാട് കാലമായി വഖഫായിട്ട് ഉപയോഗിക്കുന്ന ഭൂമി അത് വഖഫാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ വാക്കാൽ പറഞ്ഞ വഖഫായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഭൂമികളാണെങ്കിൽ അത് വഖഫാണെന്ന് ഈ ബോർഡിന് തോന്നുകയാണെങ്കിൽ, അവർക്കത് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് വഖഫായി പ്രഖ്യാപിക്കാനുള്ള അവകാശമാണ്. അതിനെ വഖഫ് ബൈ യൂസർ എന്ന് പറയും. പ്രത്യേകിച്ച് ഡോക്യുമെന്റ് ഒന്നും ഉണ്ടാവില്ല. കാലങ്ങളായിട്ട് നമ്മുടെ പല പള്ളികളും പല മദ്രസകളും പല സാധനങ്ങളും നടന്നു പോകുന്നത് അങ്ങനെയാണ്. വർഷങ്ങളുടെ പഴക്കം ഉണ്ടാവും. പ്രത്യേകിച്ച് ഡോക്യുമെന്റുകളോ അല്ലെങ്കിൽ അതിനെ വഖഫായി രജിസ്റ്റർ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ പ്രപിതാക്കളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അതേപോലുള്ള ആളുകൾ ദൈവമാർഗത്തിൽ അവർ വഖഫ് ചെയ്യുന്ന നിലക്ക് ഏൽപ്പിച്ച, വാക്കാൽ പറഞ്ഞ് ഏൽപ്പിച്ച പല ഭൂമികളും പലയിടങ്ങളിലും ഉണ്ട്, നമ്മുടെ നാട്ടിലും പുറത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ ഇത്തരം സാധനങ്ങളെ വഖഫ് ബൈ യൂസർ എന്ന് പറയും. ഉപയോഗം കൊണ്ട് അത് വഖഫായി മാറിയ സാധനങ്ങൾ, അതിന് പ്രത്യേകിച്ച് രേഖകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതും വെർബലി പറഞ്ഞതായതുകൊണ്ടും അംഗീകരിക്കപ്പെട്ടിരുന്നൊരു നിയമം പെട്ടെന്ന് അല്ലെങ്കിൽ ഈ പുതിയ നിയമം വരുമ്പോൾ അത് വെർബലി പറഞ്ഞത് പറ്റില്ല എന്ന് പറയുമ്പോൾ അതിന് ഡോക്യുമെന്റ് വേണം. അവർ പറഞ്ഞ ഡോക്യുമെന്റുകൾ സമർപ്പിക്കപ്പെടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ വഖഫ് അല്ലാത്ത രൂപത്തിൽ മാറ്റാൻ കഴിയുന്ന ഒരു രീതി വരും. അവിടെ ആർട്ടിക്കിൾ ഇതിന്റെ സെക്ഷൻ 14 ഈ പുതിയ ഇതിന്റെ വഖഫ് ആക്ടിന്റെ ആർട്ടിക്കിൾ 14 ഉണ്ടായിരുന്ന അങ്ങനെയുള്ള ഒരു അധികാരം എടുത്തു കളഞ്ഞതിലൂടെ വെർബലി പറഞ്ഞ് നിലനിന്നിരുന്ന പല ഭൂമികളും അന്യാധീനപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ പിടിച്ചടക്കാനോ കഴിയുന്ന ചില ശ്രമങ്ങൾ, അതിന്റെ ചില പുകമറകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അല്ലെങ്കിൽ കാതലായ ഒരു മാറ്റം നിലക്ക് ഇവിടെ പറയാൻ പറ്റും. ഞാൻ ആ സെഷൻ താഴെ ചേർക്കുന്നത് ഇതാണ്. നേരത്തെ പറഞ്ഞ ആ അധികാര പരിധി വഖഫ് ബോർഡുകൾക്ക് ഇതുപോലെ ആ ബോർഡിന് തോന്നുന്ന കാലങ്ങളായി ഉപയോഗിച്ചു പോകുന്ന പള്ളികൾ, ഉദാഹരണത്തിന് തന്നെ ഇന്ത്യൻ പാർലമെന്റിന്റെ പുതിയ മന്ദിരത്തിനോട് ചേർന്നുള്ള ഒരു പള്ളി, അവിടുത്തെ ഇമാമ് ഇന്ത്യയിലെ പാർലമെന്റിന്റെ ഒരു അംഗമാണ്. ഇപ്പൊ അതിന്റെ പേര് ഞാൻ വിട്ടുപോയി. 100-300 കൊല്ലമുള്ള ആ പള്ളിക്ക് പ്രത്യേകിച്ച് രേഖകൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതുപോലെ വഖഫ് ബൈ യൂസറായി വെർബലി പറഞ്ഞ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന പള്ളിയാണ്. പല പള്ളികളും പല സ്ഥലങ്ങളിലുള്ള പള്ളികളും ഖബർസ്ഥാനുകളും മറ്റൊക്കെ ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ആളുകൾ കൊടുത്തത് കാലങ്ങളായി ഉപയോഗിച്ചു പോരുന്നതാണ്. അതിനെ ഇന്ത്യയുടെ നിയമം അല്ലെങ്കിൽ വഖഫ് നിയമം അംഗീകരിക്കുന്നത് വെർബലി വഖഫ് ബൈ യൂസർ എന്നുള്ള പ്രൊവിഷൻ വെച്ചിട്ടാണ്. ആ സാധനങ്ങൾ എടുത്തു കളയുന്നതിലൂടെ
അതിൽ സംശയം ഉന്നയിക്കാനോ അതിനെ പിടിച്ചെടുക്കാനുള്ള അവസ്ഥകൾ വരും. ഇതിൽ തന്നെ ഒരു പ്രശ്നമായി അല്ലെങ്കിൽ ഒരു കാര്യമായി പറയുമ്പോൾ അല്ലെങ്കിൽ അത് പല ഭൂമികളും അന്യാധീനപ്പെട്ടു പോകാനോ പിടിച്ചെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു വിഷയം ഉന്നയിക്കപ്പെടുമ്പോൾ അതിന് പറഞ്ഞ ഒരു പരിഹാരം അടുത്ത പുകമറ സൃഷ്ടിക്കലാണ്. എന്ന് പറഞ്ഞാൽ ഇനി അങ്ങനെ ഒരു ഭൂമി കാലങ്ങളായി ഉപയോഗിക്കുന്ന ഒരു ഭൂമി വഖഫ് ആണെങ്കിൽ അത് ഇവർ പറയുന്ന ഒരു ടൈമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഒരു നിയമം വന്നതിന് ശേഷം 6 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം എന്നാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ് അതിനെ വഖഫ് ഭൂമിയാക്കിയിട്ട്. പക്ഷേ അത് എങ്ങനത്തെ ഭൂമിയാവണം? ഡിസ്പ്യൂട്ട് ഇല്ലാത്ത ഭൂമിയാവണം, അതിൽ തർക്കമില്ലാത്ത ഭൂമിയാവണം. സർക്കാരിന്റെ ഭൂമിയാണെന്നോ അല്ലെങ്കിൽ വേറെ ആരുടെ ഭൂമിയാണോ എന്ന് തർക്കമില്ലാത്ത ഭൂമിയാണെങ്കിൽ അതിനെന്ത് ചെയ്യാം? വഖഫ് പ്രോപ്പർട്ടി ആയിട്ട് ഞങ്ങൾ അംഗീകരിക്കാം. നമ്മൾ ഈ 6 മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ രജിസ്ട്രേഷൻ ചെയ്യാൻ തന്നെ 6 7 രേഖകൾ അവർ പറയുന്നുണ്ട് എന്നാണ് അടുത്ത പോയിന്റ്. അപ്പൊ അത്തരം രേഖകൾ ഇല്ലെങ്കിൽ തന്നെ അതിനെന്ത് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ അതൊരു വഖഫ് ഭൂമിയാണ് എന്നുള്ള സാധ്യത ഇല്ലാതാവുന്നു. ഇനി ഡിസ്പ്യൂട്ടഡ് ആവാത്തതാവണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ ആ ഭൂമി ഞങ്ങളുടേതായിരുന്നു എന്ന് പറഞ്ഞൊരു തർക്കം ഉന്നയിച്ചാൽ മതി. ആ തർക്കം ഉന്നയിക്കുന്നതോടുകൂടെ തന്നെ ആ ഭൂമി എന്താവും? വഖഫ് ഭൂമി അല്ലാതെ വഖഫ് സ്വത്ത് അല്ലാതെയാക്കി മാറ്റാനുള്ള ഒരു സാധ്യത അത് തുറക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ വിഷയങ്ങളിൽ വരുന്ന ഒരു അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രധാനപ്പെട്ട വഖഫിന്റെ സംരക്ഷണത്തെ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ ഭംഗം വരുത്തുന്ന അല്ലെങ്കിൽ അതിനെ മറ്റു ഭൂമികളെയും പലയിടത്തും ഞാൻ ഈ പറഞ്ഞ പോലെ അന്യാധീനപ്പെടുത്തലുകളും യഥാർത്ഥ ഭൂമിയുടെ വകമാറ്റി ചെലവഴിക്കുകകളും മറ്റുള്ളവർ അങ്ങനത്തൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ പുറമെ നിയമം വഴി കൂടി ഔദ്യോഗികമായി ഉപയോഗിച്ചു വരുന്ന പല സാധനങ്ങളെയും ഉപയോഗപ്പെടുത്താൻ പിടിച്ചടക്കാനുള്ള ഒരു അവസരം, ഒരു വഴി തുറക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഈ ഒരു നിയമ മാറ്റത്തിലൂടെ നമ്മൾ മനസ്സിലാക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യം. അതിൽ തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇത് ഇപ്പൊ അയച്ച സെക്ഷൻ 7 ഭാഗമായിട്ടുള്ള അവരുടെ പവറുകളും ഈ ട്രിബ്യൂണലിന്റെ പവറൊക്കെ പറയുന്നിടത്താണ്. വഖഫ് ട്രിബ്യൂണൽ ഒരു നിയമം കൊണ്ടുവന്നാൽ അത് ഫൈനൽ ആകുമെന്ന് പറയുന്ന അതാണ് അതിന്റെ ഏറ്റവും അവസാന ബോഡി. അതിൽ അപ്പീൽ പോകാൻ പറ്റില്ല എന്നുള്ള നിയമങ്ങൾ ഉണ്ടായിരുന്നു 95 നിയമങ്ങളിൽ. എന്നാൽ അതിപ്പോൾ അങ്ങനെയല്ല. അതിനും വേറെ വകുപ്പുകളും പോകാനൊക്കെ ഉണ്ടെങ്കിലും അതൊരു വലിയ പ്രശ്നമായി ഉന്നയിക്കുകയും അതിന് അപ്പീൽ പോകാം അല്ലെങ്കിൽ ആ വിഷയങ്ങളിലാണ് വന്നാലും ഇത്ര ദിവസങ്ങളിൽ 10-30 ദിവസങ്ങളിൽ അപ്പീൽ പോകാൻ പറ്റുന്ന പ്രൊവിഷനൊക്കെ മാറ്റി എന്ന് പറയപ്പെടുന്ന ഒരു കാര്യമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭൂമി ഡിസ്പ്യൂട്ട് ചെയ്യപ്പെട്ട ഒരു ഭൂമിയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അത് കളക്ടറിലേക്ക് പോകുന്നു. മുമ്പുണ്ടായിരുന്ന പോലെ അത് കമ്മീഷൻ ചെയ്യുന്ന ആളുകളോ ബന്ധപ്പെട്ട ആളുകളോ അല്ലാതെ സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥനായിട്ടുള്ള കളക്ടറാണ് അത് ആ ഡിസ്പ്യൂട്ടഡ് ആയ ഭൂമി അല്ലെങ്കിൽ തർക്കം വന്നിട്ടുള്ള ഭൂമി വഖഫാണോ അതല്ല അത് വേറൊരാളുടെയോ സർക്കാരിൻ്റെയോ ആണോ എന്നൊരു സംശയം വരുമ്പോൾ അതിൽ തീരുമാനം പറയേണ്ട ആളായിട്ട് മാറുന്നത്. ഇവിടെ സർക്കാർ നിശ്ചയിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും അയാൾക്ക് അനുസരിച്ച് അയാളുടെ ഇംഗിതം നടപ്പിലാക്കുന്ന ആളും അത് ഭരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആവുമ്പോൾ വളരെ സുഗമമായി ഇങ്ങനെ വഖഫ് ബൈ യൂസറായി കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന ഒരുപാട് ഭൂമി, പല സ്ഥലങ്ങളിലും ഉള്ള ഭൂമി, പലതിനും രേഖകളില്ലാത്ത പല സ്ഥലങ്ങളിലെ ഭൂമി, ഇതെല്ലാം ഒരു സംശയത്തിന്റെ നിലയിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അത് വഖഫ് അല്ലാതാക്കി മാറ്റാനോ ഉള്ള ഒരു അവസരം ഒരുക്കുന്നു. അത് പ്രധാനമായിട്ടും അതിന്റെ ഉദ്യോഗതലങ്ങളിൽ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അധികാരം കൊടുക്കുന്നതിലൂടെ തങ്ങളുടെ ഇംഗിതങ്ങൾ നടപ്പിലാക്കാൻ അതിനെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രശ്നം. പുതിയ നിയമത്തിന്റെ വലിയ പ്രശ്നങ്ങളായിട്ട് എണ്ണപ്പെടുന്ന മറ്റൊരു കാര്യം അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ 54 നിയമത്തിലും പിൽക്കാലത്ത് വന്ന 95 വഖഫ് ആക്ടിലൊക്കെ സെൻട്രൽ വഖഫ് ബോർഡ്, കേന്ദ്ര തലത്തിലെ വഖഫ് ബോർഡിന്റെയും വഖഫ് കൗൺസിലിന്റെയും സ്റ്റേറ്റുകൾക്കുള്ള വഖഫ് ബോർഡിലേക്കുള്ള ആളുകളെ അല്ലെങ്കിൽ അതിന്റെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതിയെക്കുറിച്ച് പറയുന്ന സെക്ഷനുകളാണ് സെക്ഷൻ 9ഉം 14ഉം ചർച്ച ചെയ്യുന്നത്. ഇവിടെയൊക്കെ മുസ്ലിം പ്രതിനിധികൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുത്തിരുന്നു എന്ന് പറയുന്നിടത്ത് ഈ പുതിയ മാറ്റം വന്ന നിയമങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അമുസ്ലിങ്ങളായ 2 പ്രതിനിധികൾ എന്ന് പറഞ്ഞാൽ സെൻട്രൽ കൗൺസിൽ 22 അംഗങ്ങളും സ്റ്റേറ്റ് ബോർഡുകളിൽ 11 അംഗങ്ങളുമാണ് ഉണ്ടാവുന്നത്. ആ അംഗങ്ങളിൽ 2 പേർ നിർബന്ധമായിട്ടും അമുസ്ലിങ്ങളാവണം, നോൺ മുസ്ലിംസ് ആവണം എന്നുള്ളതൊരു പ്രൊവിഷനായി തന്നെ ഈ സാധനം വായിച്ചാൽ, പുതിയ നിയമങ്ങൾ വായിച്ചാൽ കിട്ടും. അപ്പൊ പിന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ മുസ്ലിങ്ങളാവുന്നതാണോ? അങ്ങനെയല്ല. നിർബന്ധമായിട്ട് മുസ്ലിങ്ങളാവണമെന്ന് പറയുന്ന ആളുകളുടെ എണ്ണം 4ആണ് പറഞ്ഞത്, പല ഇനങ്ങളുമായിട്ട് 4 എണ്ണം. അതിൽ തന്നെ ആ 4 ഏരിയകളിൽ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ആളുകൾ കിട്ടാതെ വന്നാൽ മറ്റുള്ളവരും ചേർക്കാം. ചുരുക്കിയാൽ 1 or 2 ആളുകൾ മാത്രം മുസ്ലിങ്ങൾ വരികയും ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം മറ്റു മതസ്ഥരായ ആളുകൾക്ക് കയറാനും അല്ലെങ്കിൽ ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനും കഴിയുന്ന അല്ലെങ്കിൽ നിയമിക്കാൻ കഴിയുന്ന ഒരു അവസരം ഒരുക്കുന്നു എന്നുള്ളതാണ്. ഇത് പലപ്പോഴും മറ്റ് പ്രത്യേക താല്പര്യം കാണിക്കുന്ന ആളുകൾ അത്തരം ഭരണങ്ങളുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ താല്പര്യം നടപ്പിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ആളുകളെ നിയമിക്കാനും
ഇതിൽ പ്രധാനമായിട്ടും മുസ്ലിം വിശ്വാസത്തിന്റെ ഭാഗമായി അവർ കൈകാര്യം ചെയ്യേണ്ട നേരത്തെ പറഞ്ഞ ആർട്ടിക്കിൾ 26 ഉപവകുപ്പിൽ അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം അതേ മതസ്ഥർക്ക് കൊടുക്കുന്ന ഒരു സാധനത്തിന് തകിടം മറിച്ചുകൊണ്ട് അതിൽ കൈകടത്താനും അതിൻ്റെ കാര്യങ്ങളെ ഉപയോഗപ്പെടുത്താനൊക്കെ ഉള്ള അവകാശം മറ്റുള്ള ആളുകളിലേക്ക്, പ്രധാനമായിട്ടും അതിൻ്റെ പ്രധാനപ്പെട്ട ബോഡികളിൽ 11 22 അംഗങ്ങളിൽ 1 2 അംഗങ്ങൾ മാത്രം നിർബന്ധമായിട്ട് മുസ്ലിങ്ങൾ വരികയും ബാക്കിയെല്ലാം മറ്റുള്ളവരിലേക്ക് എത്താനുള്ള ലൂപ്പോളുകൾ അല്ലെങ്കിൽ അത്തരം അവസരങ്ങൾ കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ വകുപ്പുകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവുക. എന്ന് പറഞ്ഞാൽ 2 3 4 പ്രതിനിധികളെയാണ് മുസ്ലിം പ്രതിനിധികളാക്കണം എന്ന് പറയുന്നത്. അതിന്റെ പ്രൊവൈസോ താഴെ നോക്കിയാൽ അതിൽ തന്നെ ഇനി ആ 4 ആളുകളിൽ പൂർണ്ണമായിട്ടും മുസ്ലിം മതസ്ഥരായ ആളുകളെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ന് പറയുന്നൊരു സാധനം പറയുന്നുണ്ട്. അവിടെ 1 2 ആളുകൾ മാത്രം മുസ്ലിം വിശ്വാസത്തിലുള്ള ആളുകൾ ഈ കമ്മിറ്റികളിൽ അല്ലെങ്കിൽ ബോർഡുകളിൽ കൗൺസിലുകളിൽ വരികയും ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം മറ്റു മതസ്ഥരായ ആളുകൾക്ക് കയറി വരാൻ പറ്റുന്നു എന്ന് പറയുന്നിടത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ 2 മാറ്റങ്ങളാണ്, 2 നിയമലംഘനങ്ങളാണ് പ്രധാനമായിട്ടും വരിക. ആർട്ടിക്കിൾ 14 പറഞ്ഞിട്ടുള്ള മറ്റു മതങ്ങളിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കൈകാര്യങ്ങളിൽ അത്തരം ഒരു മറ്റു മതസ്ഥരെ ചേർക്കണം എന്ന് പറയുന്നത് ഇല്ലാതിരിക്കുകയും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊവിഷൻസ് ഇല്ലാതിരിക്കുകയും വഖഫ് ബോർഡിന്റെ കാര്യത്തിലേക്ക് മാത്രം വരുമ്പോൾ അത് വരുന്നു എന്ന് പറയുന്നത് അത് ഒരു ഡിസ്ക്രിമിനേഷനാണ്. ആർട്ടിക്കിൾ 14 ലംഘനമാണ്, ഇക്വാലിറ്റിയുടെ ലംഘനമായിട്ട് മാറുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് 26 ഉപവകുപ്പുകളിൽ അത് കൈകാര്യം ചെയ്യാൻ അതേ മതത്തിൽപ്പെട്ടവർക്കുള്ള അവകാശത്തെ ലംഘിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ 26 പച്ചയായ ലംഘനം വരുന്നു എന്നുള്ളതാണ് ഈ ഒരു നിയമങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന മാറ്റങ്ങൾ. അപ്പോൾ ഞാൻ പ്രധാനമായിട്ടും ഇതിൽ വരുന്ന മാറ്റങ്ങളെ ചുരുക്കുകയാണ്. പറയുകയാണെങ്കിൽ ഇതേപോലെ വന്നിട്ടുള്ള കാര്യങ്ങളെ എണ്ണി പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഞാനത് വായിക്കേണ്ടവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് പുതിയ ഇതിനെതിരെ നിയമം പാസ്സായതിനു ശേഷം കോടതിയിൽ കൊടുത്ത റിട്ടുകളിൽ DMKയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള DMKയുടെ ഭാഗമായിട്ടുള്ള അവരുടെ പെറ്റീഷൻ, അതിൽ തന്നെ ഓരോന്നും അക്കം വിട്ട് ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ നിയമലംഘനങ്ങൾ വരുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും അല്ലാത്തതും അടക്കമുള്ള പ്രധാനപ്പെട്ട പല കാര്യങ്ങളും. അതുപോലെ തന്നെ ലിമിറ്റേഷന്റെ ഭാഗമായിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. ഏതൊരു നിയമവും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഒരു വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് വിലയിരുത്തൽ വന്നു കഴിഞ്ഞാൽ അതിന് ചോദ്യം ചെയ്യാൻ ഒരു സമയം നിശ്ചയിക്കാറുണ്ട്. അതിന് മുമ്പുണ്ടായിരുന്ന നിയമത്തിൽ 2 കൊല്ലം എന്ന് പറയുന്നിടത്ത് 2 കൊല്ലത്തിനുള്ളിൽ ചോദ്യം ചെയ്താലേ തന്നെ ചോദ്യം ചെയ്യാൻ കഴിയുള്ളൂ. അതൊരു ലിമിറ്റേഷനാണ്. എന്നാൽ ലിമിറ്റേഷൻ എടുത്തു കളയുകയും കാര്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ 2 കൊല്ലത്തിന് ശേഷവും അത് ഉപയോഗിക്കാമെന്ന് പറയുന്നിടത്ത് ഏതോ കാലത്ത് വഖഫായ സാധനം ഒരു സമയക്രമവും ഇല്ലാതെ അതിനെ ചോദ്യം ചെയ്യാൻ പറ്റുമെങ്കിൽ ആർക്കും എപ്പോഴും അതിൽ കയറി മാന്താൻ പറ്റുന്ന ഒരു അവസരം ഒരുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഓരോന്നെടുത്താലും ഭരണഘടനയുടെ പല വകുപ്പുകൾക്കും പല ആർട്ടിക്കിളുകൾക്കും വിരോധമാകുന്ന അല്ലെങ്കിൽ അതിനെതിരെയാകുന്ന പല നിയമങ്ങളും വരുന്നു എന്നുള്ളതിലേക്ക് സൂചിപ്പിക്കുന്ന വ്യക്തമായൊരു ലീഗൽ രേഖയാണ് അതിന്റെ പെറ്റീഷനായിട്ട് കൊടുത്ത DMKയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള ഈ ഒരു രേഖ. ഇനി ഈ നിയമമായതിനു ശേഷം എങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന് പരിഗണിക്കുമ്പോഴാണ് അതിന് കൂട്ടത്തിൽ നമ്മൾ പറയേണ്ട സാധനം 2013 ഈ നിയമത്തിന് അമെൻമെന്റ് വന്ന കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. 2013 ഈ അമെൻമെന്റ് വന്നപ്പോൾ ഒരു സാധനം പാർലമെന്റിൽ പാസ്സാക്കപ്പെടുന്ന വഴികൾ നമുക്ക് 2013 നിയമം അല്ലെങ്കിൽ അമെൻമെന്റ് ബില്ല് വന്നതിനെ കൂടി ചേർത്ത് വെച്ച് പഠിക്കാൻ തോന്നും. എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന രീതി, ഒരു ബില്ല് ആവശ്യമാണെന്ന് തോന്നുമ്പോൾ ബ്യൂറോക്രാറ്റുകളാണ് എന്ന് പറഞ്ഞാൽ സഭയിലില്ലാത്ത പുറത്തുള്ള ബ്യൂറോക്രാറ്റുകളായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദാണ് ഒരു നിയമത്തിൻ്റെ ഡ്രാഫ്റ്റ് മറ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക. അതിൽ തന്നെ പൊതുജനങ്ങളുടെ താല്പര്യം എന്താണെന്നുള്ളതൊക്കെ അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിമാരും രാജ്യസഭയുടെയോ ലോക്സഭയുടെയോ ഒക്കെ ബന്ധപ്പെട്ട പാർലമെന്റ് അംഗങ്ങളൊക്കെയാണ് അവരുടെ ആ വിഷയങ്ങൾ അവരുടെ റെക്കമെൻഡേഷനും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ആ ഒരു വിഷയം തയ്യാറാക്കാൻ ഏൽപ്പിക്കുന്നത് ബ്യൂറോക്രാറ്റുകളാണ്. അത് പിന്നീട് ലോ മിനിസ്ട്രിയിലേക്ക് പോവുകയും അതിൽ കോൺസ്റ്റിറ്റ്യൂഷണലി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് വിലയിരുത്തുന്ന പ്രൊസീഡിങ് നടത്തുന്നത് അത് ലോ ഡിപ്പാർട്ട്മെന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇവാലുവേഷൻ നടത്തുന്ന പ്രക്രിയ വരുന്നത്, അതിൽ പ്രശ്നങ്ങളില്ല എന്ന് വിലയിരുത്തേണ്ട ബോഡി ഈ പറയുന്ന പോലെ ഇവരാണെന്ന് പറഞ്ഞാൽ ഈ ലോ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതിനുശേഷമാണ് ഇത് പാർലമെന്റിലെത്തുക. പാർലമെന്റിൽ ഈ 2 ബോഡികളിലും ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കണം. അതെടുത്തതിന് ശേഷമാണ് ആ ഒരു വിഷയം പാർലമെന്റിൽ എടുത്തതിന് ശേഷം അവിടെ 2 പാസ്സാക്കിയതിന് ശേഷം അത് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നു, അത് നിയമമാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. 2013 ഈ സാധനം നിയമമാകുമ്പോൾ 2013 ഈ ആക്ടിൽ ഈ ഒരു നിയമത്തിന്റെ ഭാഗമായി ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചത് 3 കമ്മിറ്റികളാണ്. സച്ചാർ കമ്മീഷന്റെ 2006 കമ്മിറ്റിയുടെ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട്, അതുപോലെ തന്നെ ആ കമ്മിറ്റിയിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ചേർത്ത് വെക്കുന്നത് പല സ്ഥലങ്ങളിലും ഇത്തരം ഭൂമികൾ എന്ത് ചെയ്തിരുന്നു അന്യാധീനപ്പെട്ടു പോവുകയും അത്
കൈക്കലാക്കുകയും ചെയ്യുന്ന ഘട്ടങ്ങളുണ്ട്. അപ്പോൾ നിയമം കൂടുതൽ ശക്തമായെങ്കിലേ ആ വിഷയങ്ങൾക്ക് പരിഹാരമാവുകയുള്ളൂ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മുമ്പ് 1970-കളിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അവർ ഓരോ സർക്കാരുകൾക്കും അയച്ച ലെറ്ററിനെ കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. പല സ്ഥലത്തും വഖഫ് ഭൂമികൾ ഇതേപോലെ അന്യാധീനപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ള ഭൂമികൾ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഭൂമി എന്ന് പറഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ തിരിച്ചെടുക്കുക, അതിന് പറ്റാത്തതാണെങ്കിൽ അതിന്റെ വില കൊടുക്കണം, വില ഈടാക്കണം എന്നുള്ള പേരിൽ ഒരു കത്ത് കൈമാറിയത് കൂടി ചേർത്ത് വെച്ചിട്ടാണ് സത്താർ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ആ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ, ആ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ ആദ്യം തന്നെ JPC-യിലേക്ക് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ആ വിഷയം ചർച്ച ചെയ്യുകയും അത് ഐക്യകണ്ഠേന ആ വിഷയം വേണ്ടതാണെന്നുള്ള തീരുമാനം വരികയും അതിന് നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വേറൊരു കമ്മിറ്റിയെ, ആ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി മറ്റൊരു കമ്മിറ്റിയെ വീണ്ടും ഏൽപ്പിക്കുന്ന ഘട്ടം ഉണ്ടാവുന്നു. അങ്ങനെ 2 or 3 കമ്മിറ്റികൾ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രമാണ് 2013 ഈ വിഷയം അന്നത്തെ UPA സർക്കാരിൻ്റെ കാലത്ത് പാർലമെന്റിൽ ചർച്ചക്കെടുക്കുകയും അത് BJP അംഗങ്ങൾ അടക്കമുള്ള ഇപ്പോൾ പാസ്സാക്കിയവരടക്കമുള്ളവർ അതിന് അനുകൂലിച്ച് വോട്ട് ചെയ്തുകൊണ്ട് ആ നിയമമാവുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രൊസീജിയറിലൂടെയാണ് ഈ സാധനം നടക്കുക. പുതിയ കാലത്ത് വന്ന സാധനങ്ങൾക്ക് അത്തരം പ്രൊസീജിയർ വേണ്ട രൂപത്തിൽ ചർച്ചകളോ മറ്റോ അല്ലെങ്കിൽ ഒരു ആവശ്യം, ഏതൊരു നിയമവും മാറ്റം വരുത്തും അമെൻമെന്റ് വരുത്തുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവും. അത്തരം ഒരു ആവശ്യങ്ങളില്ല എന്ന് മാത്രമല്ല, ആ വിഷയം ചർച്ച ചെയ്തില്ല. ആ വിഷയത്തിൽ അമെൻമെന്റ് കൊണ്ട് മാറ്റം വരുത്തുന്ന നിലയ്ക്ക് JPC-യിലേക്ക് പോയപ്പോൾ 40-ലധികം കൊടുത്ത മാറ്റങ്ങൾ ഇത്തരം വിഷയങ്ങൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഏരിയകളിൽ വരുന്ന വിഷയങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ രേഖപ്പെടുത്തിക്കൊണ്ട് അതിന് കൊടുത്ത വിയോജിപ്പുകളെ ഒന്നും പരിഗണിക്കാതെ കേവലം അവരുടെ അല്ലെങ്കിൽ ഭരണപക്ഷം കൊടുത്ത ചില്ലറ 14 മറ്റോ വരുന്ന മാറ്റങ്ങൾ മാത്രം വരുത്തി ബാക്കി എല്ലാ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ സാധനം അത് പാസ്സാക്കപ്പെട്ടിട്ടുള്ളത്. രാഷ്ട്രപതിയുടെ ഒപ്പുവെച്ച് പുതിയതായിട്ട് നിയമമായിട്ട് മാറുന്നത്. അപ്പോൾ പിന്നീട് എപ്പോഴാണ് കോടതി പരിഗണിക്കുക എന്ന് ചോദിച്ചാൽ, അങ്ങനെ നിയമമായി കഴിഞ്ഞാൽ ഒരു നിയമമായി കഴിഞ്ഞാൽ, ഇതേപോലെ പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമായി കഴിഞ്ഞാൽ പിന്നീട് ആ വിഷയം അല്ലെങ്കിൽ ആ വിഷയത്തിന് ഭരണഘടനാപരമായ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് പെറ്റീഷനായിട്ട് കോടതിയിൽ എത്തുമ്പോൾ കോടതി ആദ്യം പരിഗണിക്കുക അത് ഭരണഘടനയ്ക്ക് അനുകൂലമാണ് എന്നാണ്. അങ്ങനെയാണ് പരിഗണിക്കേണ്ടത്. ഒരു എന്താ പറയുക, ജുഡീഷ്യൽ എത്തിക്സിന്റെ അല്ലെങ്കിൽ ജുഡീഷ്യൽ പരിഗണിക്കേണ്ട ഒരു പ്രൊസീജിയറാണ്. അത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എന്നാണ് പ്രിസംഷൻ എന്ന് പറഞ്ഞാൽ ഒരു അനുമാനം അങ്ങനെയാണ് വരിക. പിന്നെ അതെല്ലാം എന്ന് തെളിയിക്കണമെങ്കിൽ അതിന്റെ തെളിവുകളും മറ്റും സമർപ്പിച്ച് അത് കോൺസ്റ്റിറ്റ്യൂഷനിലെല്ലാം തെളിയിക്കേണ്ടത് അത് പെറ്റീഷൻ കൊടുക്കുന്നവരുടെ ബാധ്യതയാണ്. ചുരുക്കത്തിൽ അങ്ങനെ ബാധ്യത കണക്കാക്കിക്കൊണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ കോടതി പരിഗണിക്കപ്പെടുന്നത് പ്രധാനമായിട്ടും അതിന്റെ എന്താ പറയാ കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് പാലിക്കപ്പെടാൻ പറ്റുന്ന ഒന്നാണോ, അല്ലെങ്കിൽ ഇപ്പോൾ അതിന്റെ തുടക്കത്തിൽ 13ാമത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ടെസ്റ്റ് എന്നൊരു കാര്യം പറയുന്നുണ്ട്. 12 മുതൽ 35 വരെയുള്ള മൗലികാവകാശങ്ങളിൽ വല്ലതിന്റെയും ലംഘനമാവുന്നുണ്ടോ എന്ന് നോക്കണം എന്നാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം പിന്നെ വരുന്ന ഏത് ആക്ടുകളും മുമ്പുണ്ടായിരുന്ന ആക്ടുകളൊക്കെ അതേപോലെ നിലനിൽക്കും. അതിൽ ഈ പറയുന്ന മൗലികാവകാശങ്ങളുടെ വല്ല ലംഘനങ്ങളും അല്ലെങ്കിൽ എതിരായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് മാറ്റപ്പെടും. പുതുതായിട്ട് വരുന്ന നിയമങ്ങളിലും അങ്ങനെ വരികയാണെങ്കിൽ ഈ 35 വരെയുള്ള നിയമങ്ങളിൽ മാറ്റം വരികയാണെങ്കിൽ അത് മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ ടെസ്റ്റ് നോക്കുന്ന ആർട്ടിക്കിൾ 13 അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൗലികാവകാശങ്ങളുടെ ടെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ടെസ്റ്റ് എന്നൊക്കെ പറയപ്പെടുന്ന അതിന്റെ ഭരണഘടനാ ടെസ്റ്റ് നടത്തപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 13. അപ്പോൾ അതിന്റെ ഭാഗമായി വല്ല മാറ്റങ്ങളും അല്ലെങ്കിൽ ആ ഏരിയയിൽ വരുന്ന വല്ല മാറ്റങ്ങളും അതിലുണ്ടോ എന്ന് നോക്കലാണ് ആദ്യം കോടതി ചെയ്യേണ്ട ഒരു രീതി. മറ്റൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും ഉണ്ട്. സ്റ്റേറ്റിനുള്ള അധികാരങ്ങളും യൂണിയന്റെ അധികാരങ്ങളൊക്കെ പറയുന്നത്. അത് പുതുതായിട്ട് വരുന്ന കാര്യങ്ങളിൽ അങ്ങനെ വല്ല ഓവർലാപ്പിംഗ് സ്റ്റേറ്റിന്റെ അധികാരങ്ങളിലേക്ക് യൂണിയനോ യൂണിയന്റെയിലേക്ക് സ്റ്റേറ്റോ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ഓവർലാപ്പിങ്ങോ അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന സാധനങ്ങളിൽ വരുന്ന ഇഷ്യൂസ് ഒക്കെ എടുക്കുക എന്നുള്ളതാണ് വേറൊന്ന് വരിക. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾ ഇപ്പോൾ ഡെമോക്രസി പറയുന്നിടത്തോ അല്ലെങ്കിൽ അതിന്റെ സെക്യുലർ കണ്ടന്റിന് അല്ലെങ്കിൽ അതിന്റെ എലമെന്റുകളോട് എതിരാവുന്നതോ അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിളിനെതിരാവുന്ന വല്ലതും അതിലുണ്ടോ എന്നുള്ളത്. അതുപോലെ മറ്റൊന്നാണ് ഇതേപോലുള്ള ഈ പറയപ്പെടുന്ന വിഷയങ്ങളിൽ മാറ്റം വരുന്ന ഏതെങ്കിലും അർത്ഥത്തിലുള്ള സാധനങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്ന 3-4 ഘടകങ്ങളെ ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കോടതി ഇവിടെ പരിഗണിക്കുക. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വിഷയങ്ങളെ പരിഗണിച്ചുകൊണ്ടാണ് ആ വിഷയം സ്റ്റേ ചെയ്യുക അല്ലെങ്കിൽ ആ കാര്യം മാറ്റണം എന്നുള്ള ആവശ്യപ്പെടാൻ കഴിയുള്ളൂ. ചുരുക്കത്തിൽ ഇപ്പൊ കോടതി ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ആ വിഷയങ്ങളെ കുറിച്ച് കേട്ടു. ആ വിഷയങ്ങളിൽ എല്ലാവരും ആവശ്യപ്പെട്ടിരുന്ന പോലെ ആ നിയമം സ്റ്റേ ചെയ്യുക എന്നുള്ളത് ആദ്യഘട്ടത്തിൽ ഒരിക്കലും പോസിബിൾ അല്ല. കാരണം അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞൊരു നിയമത്തെ കോടതി മനസ്സിലാക്കുക അത് ഭരണഘടനാ മൂല്യങ്ങളോട് നീതി പുലർത്തുന്ന അത് അംഗീകരിക്കുന്നതാണെന്നാണ്. അതല്ലാതെ പ്രൂവ് ചെയ്യണമെങ്കിൽ ആ വിഷയത്തെക്കുറിച്ചുള്ള പഠനങ്ങളും ആ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് അതിനൊരു ഫൈനൽ ജഡ്ജ്മെന്റിൽ മാത്രമേ അതിനെ തള്ളാനോ അല്ലെങ്കിൽ അതിനെ സ്റ്റേ ചെയ്യാനുള്ള വകുപ്പ്
കോടതിക്കാണെങ്കിൽ പോലുള്ളത് അതിൻ്റെ രീതിയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിലവിലുണ്ടായിട്ടുള്ളത് അത് 60-ലധികം പെറ്റീഷൻസ് വന്നു. പ്രധാനമായിട്ട് അസദുദ്ദീൻ ഒവൈസിയുടെ പെറ്റീഷനാണ് അതിലെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പ്രകാരം അത്തരം കേസുകളെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ചെക്ക് ചെയ്യപ്പെടുന്ന ഇങ്ങനെ ഒരുപാട് റെഫറൻസ് പോയിട്ടുള്ള കേസുകൾ വരുമ്പോൾ റേ എന്നുള്ള പേരിലാണ് ആ സാധനം റേ എന്നുള്ള പേരിൽ അത് ചേർത്തുകൊണ്ടാണ് അതിനെ മനസ്സിലാക്കപ്പെടുക. റേ വഖഫ് അമെൻമെൻറ്റ് ആക്ട് എന്നുള്ള പേരിലാണ് അതിൻ്റെ പുതിയ ആ കേസ് നെയിം വരുന്നത്. അപ്പോൾ ആ നിയമപ്രകാരം ആ വിഷയത്തിൽ ഇതേപോലുള്ള ഈ പറയപ്പെടുന്ന കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. വഖഫിന്റെ ഒബ്ജക്റ്റീവ് 1995 നിയമത്തിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. പുതിയ കാലത്തെ നിയമങ്ങളിൽ പലതും അത് നേരത്തെ പറഞ്ഞ വഖഫ് ബൈ യൂസർ ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കുക, വെർബലി പറഞ്ഞിട്ടുള്ള പറയുന്ന ഡോക്യുമെന്റ് ഇല്ലാത്ത വെർബലി പറഞ്ഞിട്ടുള്ള വഖഫ് ബോർഡുകളെ അല്ലെങ്കിൽ വഖഫ് സ്വത്തുക്കളെ എന്ത് ചെയ്യുക, വഖഫായിട്ട് പരിഗണിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആളുകളിലേക്ക് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ കയറി വരുന്നതോടെ അത് കൈകാര്യം ചെയ്യപ്പെടുന്ന ആളുകളിൽ അവർക്കുള്ള അവകാശങ്ങളില്ല. അങ്ങനെ എണ്ണിയാൽ ഉള്ള സാധനങ്ങളിലെല്ലാം ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ എതിരാവുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഭരണഘടനാ വിരുദ്ധമാവുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഒരു കാര്യം. അതുപോലെ ഈ പറഞ്ഞ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ ചേർക്കുന്നിടത്ത് മറ്റു മതങ്ങളിലുള്ള അതാണ് കോടതിയിൽ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള തുഷാർ മേത്തയോട് കോടതി ചോദിക്കുന്നത് മറ്റ് ദേവസ്വം ബോർഡ് അടക്കമുള്ള അല്ലെങ്കിൽ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ ഇല്ലാതെ ഇവിടെ മാത്രം അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ളൊരു ചോദ്യം. അങ്ങനെ ആ വിഷയങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു ടൈം പീരീഡാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ തന്നെ പുതിയ അപ്പോയിന്റ്മെന്റുകളൊന്നും ഈ നിയമം വന്നിട്ടുണ്ടെങ്കിലും പുതിയ അപ്പോയിന്റ്മെന്റുകളൊന്നും വരുന്ന അടുത്ത മാസം മെയ് 5-ാം തീയതിയാണ് അത് വീണ്ടും പരിഗണിക്കുന്നത്. അത് പരിഗണിക്കുന്നത് വരെ വീണ്ടും അപ്പോയിന്റ്മെന്റുകളൊന്നും വരുത്താൻ പാടില്ല നിലക്കുള്ളൊരു സ്റ്റേ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ഓർഡറാണ് വന്നിട്ടുള്ളത്, സ്റ്റേ അല്ല. ആ വിഷയങ്ങളെ ആ അർത്ഥത്തിൽ പരിഗണിക്കാവൂ എന്ന അർത്ഥത്തിലുള്ള ഒരു ഓർഡറാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ട്. മുനമ്പം വിഷയത്തിലെ എനിക്ക് കാതലായ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇത്ര ലോങ് ആവുന്നതിൻ്റെ കാര്യം നമ്മൾ നേരിട്ട് പറയുന്ന ലൈവായിട്ട് വരുന്ന സാധനങ്ങളിൽ നിന്ന് മാറി വോയിസ് ആയിട്ട് സാധനം വരുമ്പോൾ അങ്ങനെ മുറിഞ്ഞു വരുന്നു എന്നുള്ളൊരു ഏരിയ. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ വിഷയം ഭയങ്കര വൈഡ് ആവുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്ര ലോങ് ആയത് മനസ്സിലാക്കുന്നു. എന്തായാലും ഈ വിഷയം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. മുനമ്പം വിഷയം വഖഫ് ബോർഡുമായിട്ട് ഭയങ്കര കണക്ട് ചെയ്തതാണ്. ആ വഖഫ് പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം പരിഹാരമാവും. ഈ മുനമ്പത്തേതടക്കമുള്ള പല ഭൂമികളും ഇതേപോലുള്ള ആർട്ടിക്കിൾ അതിലുള്ള സെക്ഷൻ 40 വെച്ചിട്ടൊക്കെ നേരത്തെ പറഞ്ഞ വഖഫ് ബൈ യൂസർ ഒക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആൾക്കാർ കൈവശപ്പെടുത്തുകയാണ്. അതിനൊക്കെ പരിഹാരം അതുകൊണ്ട് വരുന്നൊക്കെ പറഞ്ഞിട്ടാണ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി അടക്കം അവിടെ പാർലമെന്റിലും മറ്റൊക്കെ ഈ വിഷയത്തിൽ സംസാരിച്ചത്. പുതിയ വഖഫ് നിയമം വന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരമാവില്ല, കോടതിയിൽ വീണ്ടും പോകേണ്ടി വരുന്നുള്ള നേരത്തെ പറഞ്ഞ ആ കാര്യത്തെ വീണ്ടും ആവർത്തിക്കുന്നുള്ളൂ. എന്താണ് വഖഫ് എന്ന് പറഞ്ഞാൽ അതിനെ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരുപാട് നീണ്ട ഇതാണ്. അതിനെ വളരെ ചുരുക്കി പറയുമ്പോൾ 1950 മുനമ്പത്തെ ഭൂമി സിദ്ദീഖ് സെഡ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന്റെ പിതാവ് ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരികയും മുനമ്പത്ത് കുറെ ഭൂമി കിട്ടുകയും ചെയ്തപ്പോൾ പാട്ടത്തിന്റെ തിരുവിതാംകൂർ രാജാവിൽ നിന്ന് പാട്ടത്തിനെടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് 1900-കളിലാണ്. 1950 ആവുമ്പോൾ സിദ്ദീഖ് സെഡ് ഈ സാധനം ഫാറൂഖ് കോളേജിന്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ ഫാറൂഖ് കോളേജിന്റെ ബന്ധപ്പെട്ട അധികാരികൾക്ക് അല്ലെങ്കിൽ അതിന്റെ ബന്ധപ്പെട്ട ബോഡിക്ക് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഒരു കോൺട്രാക്ട് എന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കും. അപ്പൊ ഈ കോൺട്രാക്റ്റിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളത് ഒരു വഖഫ് ഭൂമിയാണ് എന്ന നിലയ്ക്ക് തന്നെയാണ് ആ സാധനം ചെയ്തത്, ആ കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുത്തത്. പക്ഷെ അതിന്റെ എൻഡിങ്ങിൽ 2 കാര്യങ്ങൾ കൂടി അദ്ദേഹം എഴുതി ചേർത്തു. ഒന്നാമത്തത് വഖഫ് ബോർഡിന്റെ അല്ലെങ്കിൽ ഇതിന്റെ കൗൺസിലിന് അല്ലെങ്കിൽ ഇതിന്റെ ഈ ഫാറൂഖ് കോളേജിന്റെ അധികൃതർക്ക് ഇതിന് വേണമെങ്കിൽ ഒരു മൂന്നാമത് വേറൊരു തേർഡ് പാർട്ടിക്ക് വേണമെങ്കിൽ വിൽക്കാം, അതിന് ഉപയോഗപ്പെടുത്താവുന്നൊരു ക്ലോസ് 1. 2, ബൈ ചാൻസ് ഏതെങ്കിലും സമയത്ത് ഈ ഒരു ഫാറൂഖ് കോളേജിന്റെ ഈ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് നിന്ന് പോവുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും, റിവേർട്ട് ബാക്ക് ബൈ സക്സസേഴ്സ്. അത് എൻ്റെ സ്വന്തം സക്സസേഴ്സുള്ള പിൻതലമുറയിലേക്ക് തിരിച്ചു വരും, എൻ്റെ സക്സസേഴ്സിലേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു 2 ക്ലോസുകൾ അദ്ദേഹം വെച്ചു. ഇവിടെയാണ് ഈ ഒരു ഡോക്യുമെന്റിനെ കുറിച്ച് ഒരു സംശയം വരുന്നത്. കാരണം വഖഫ് എന്നതിനെ കുറിച്ച് പറയുന്ന സാധനം വൺസ് എ വഖഫ് ഈസ് ഓൾവേസ് വഖഫ് എന്നാണ്. ഒരു സമയം വഖഫായ സാധനം എല്ലാ കാലത്തും വഖഫ് ആവുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ വരുന്നില്ല. കാരണം വഖഫാണെന്ന് പറയുകയും പിന്നെ 2 ക്ലോസും വരുന്നിടത്ത് അത് വഖഫല്ല, അതൊരു ഇഷ്ടദാനമാണോ എന്നുള്ളിടത്ത് ഒരു കൺഫ്യൂഷൻ ഈ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളതാണ് മുനമ്പം വിഷയം അല്ലെങ്കിൽ ഒരു സാധനം അതിൽ വരുന്ന ഒരു അവ്യക്തത. പക്ഷെ പിൽക്കാലത്ത് 1960 ആയപ്പോൾ ഈ മാനേജ്മെന്റ് പ്രതിനിധികൾ, അന്ന് ഈ പറയുന്ന മുനമ്പം എന്നുള്ള ഏരിയ ആളുകൾ എത്തിപ്പെടാത്തൊരു ഏരിയയാണ്. പിൽക്കാലത്ത് വന്ന് അവിടേക്കുള്ള ആക്സസ് കിട്ടി, പാലങ്ങളും മറ്റേ
വൈപ്പിൻ വഴിയൊക്കെ അങ്ങോട്ടുള്ള ഗതാഗത സൗകര്യങ്ങളൊക്കെ വന്നു. എന്നാലും പിൽക്കാലത്ത് ഇവിടുത്തെ ഈ ഫാറൂഖ് കോളേജിന്റെ അധികൃതർ അവിടെ പോയി നോക്കുകയും അവിടെ പോകുന്ന സമയത്ത് ആ ഭൂമിയിൽ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകൾ കുറെ ആളുകൾ അവിടെ ചെയ്തിട്ടുണ്ട്, ആ ഭൂമി സ്വന്താക്കിയിട്ടുണ്ട്, കയ്യേറുകയോ അല്ലെങ്കിൽ ആയിട്ടുള്ള അവരുടേതായി എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ചെയ്യുക, ഞങ്ങളുടേതായിട്ട് രേഖയുള്ള ഒരു ഭൂമിയിൽ മറ്റുള്ളവർ കയറി താമസിക്കുമ്പോൾ അവർ ചെയ്യുന്ന രീതി പോലീസിനെ സമീപിക്കുകയാണ്. പോലീസിനെ കണ്ട് തീരുമാനമായിട്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കുക. എന്നാൽ അവർ പറവൂർ കോടതിയിൽ ഈ വഖഫ് ഫാറൂഖ് കോളേജിന്റെ അധികൃതർ കോടതിയിൽ ഇത് കൊടുക്കുന്നു. കോടതി ഈ രേഖയൊക്കെ പരിശോധിച്ചത് നിങ്ങളുടെ ഭൂമിയാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഒരുമിച്ച് കൂടിയ ആൾക്കാരോട് എന്ത് ചെയ്യണം, അവർ ഒഴിവാക്കാനുള്ള ഉത്തരവ് പാസ്സാക്കുന്നു. പക്ഷെ ആ ഉത്തരവ് കൊണ്ട് അവർ ഒഴിഞ്ഞു പോകുന്നില്ല, വീണ്ടും ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതിയും ഈ ഫാറൂഖ് കോളേജിന് അനുകൂലമായിട്ട് ഇത് പാസ്സാക്കി. പക്ഷെ കോടതി ഉത്തരവുകൾ കൊണ്ടൊന്നും അവർ പോകുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഒഴിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാവുമെന്ന് അവിടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടം വന്നപ്പോഴാണ് ഈ പറയുന്ന ഫാറൂഖ് കോളേജിന്റെ അധികൃതർ അതിന്റെ രേഖയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, വേണമെങ്കിൽ വിൽക്കാമെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ എന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 1970-80 കാലങ്ങളിലായിട്ട് ഒരാളെ വെച്ച് അയാൾക്ക് അതിന്റെ പവർ ഓഫ് അറ്റോർണി എഴുതി കൊടുത്ത് ആ ഭൂമി വിൽക്കാനുള്ള അധികാരമൊക്കെ കൊടുത്ത് ഒരാളെ ഏൽപ്പിച്ചുകൊണ്ട് ആ ഭൂമി വിൽക്കുന്നത്. അപ്പൊ 70-80കളിലാണ് ഈ ഭൂമിയുടെ വിൽപ്പന നടക്കുന്നത്. അന്നൊന്നും ഈ വിഷയത്തിൽ പ്രശ്നങ്ങളോ മറ്റൊന്നും ഉണ്ടായില്ല. പിന്നീട് 2000-ങ്ങളൊക്കെ വന്നപ്പോഴാണ് VS സർക്കാരിന്റെ കാലത്ത് ഇതിനെതിരെ ഒരു വഖഫ് സംരക്ഷണ സമിതി എന്നുള്ള സമിതി ഇങ്ങനെ കുറെ ഭൂമി, ഏകദേശം 404 ഏക്കറോളം വരുന്ന ഭൂമിയുണ്ട്, ആ ഭൂമിയിൽ പല ഭാഗങ്ങളും ഇങ്ങനെ കയ്യേറിയിട്ടുണ്ട്, ആളുകൾക്ക് വിറ്റിട്ടുണ്ട്, ഇത് പാടില്ലാത്തതാണ് എന്നുള്ള പേരിൽ ഒരു ഇത് സമർപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അന്ന് നിസാർ കമ്മീഷൻ, ജസ്റ്റിസ് നിസാർ എന്നുള്ളതിന്റെ പേര് എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ ഒരു ഉദ്യോഗസ്ഥന്റെ കീഴിൽ, ഒരു ജസ്റ്റിസിന്റെ കീഴിൽ ഒരു കമ്മീഷൻ വെക്കുന്നു. നിസാർ കമ്മീഷൻ എന്ത് ചെയ്യുന്നു, ഈ വിഷയങ്ങളെ കുറിച്ച് പഠിക്കുന്നു. അത് പല കാര്യങ്ങളെ കുറിച്ച് പഠിച്ച കൂട്ടത്തിൽ ഇതേപോലെയുള്ള വഖഫിന്റെ അന്യാധീനപ്പെട്ടു പോകുന്ന സാധനങ്ങളെ കുറിച്ച് പഠിച്ചെടുത്ത് അതിന്റെ വോള്യം 15 അതിൽ അദ്ദേഹം എഴുതി വെച്ച സാധനം 404 ഏക്കറുകളിലെ മുൻപത്തുള്ള ഭൂമിയിൽ വലിയൊരു ഭാഗവും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേപോലെ കൈയടക്കപ്പെട്ടിട്ടുണ്ട്. അത് വിൽപ്പന നടത്തപ്പെടുന്ന രീതി ഉണ്ടായത് എന്താണ്, ഒരു കൈയടക്കലാണ്, അത് അവർക്ക് തന്നെ അധികാരമില്ല എന്നുള്ള പേരിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഈ റിപ്പോർട്ട് അന്നത്തെ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ പിന്നെ നിയമ നടപടികളോ മറ്റോ സ്വീകരിച്ചില്ല. അങ്ങനെ സ്വീകരിക്കാതെ വന്നപ്പോൾ വീണ്ടും ഈ പറയുന്ന ഇതേ വഖഫ് സംരക്ഷണ സമിതി വീണ്ടും കോടതി പോകുന്നു. 2014 ഹൈക്കോടതിയെ സമീപിക്കുന്നു. റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അത് നടപ്പിലാക്കാനുള്ള രീതിയില്ല. അപ്പൊ ഹൈക്കോടതി പറയുന്നു, സർക്കാർ ഇതേപോലൊരു കമ്മീഷനെ വെച്ചു, അവർ കണ്ടെത്തി, അത് നടപ്പിലാക്കാനുള്ള ഉത്തരവ് കൊടുക്കണം എന്ന് 2014 ഓർഡർ ഇറക്കി. പക്ഷെ ആ കോടതി ഉത്തരവിനെ അവർ പാലിച്ചില്ല, അത് നടപ്പിലാക്കാൻ തയ്യാറായില്ല. അത് പിന്നെ കോടതി അലക്ഷ്യമായി. കോടതി ഇലക്ഷൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മേത്തേക്ക് എടുക്കുമെന്ന് തോന്നിയപ്പോഴാണ് 2019 ആയപ്പോഴൊട്ടും ഇന്നത്തെ സർക്കാർ എന്ത് ചെയ്യുന്നത്, അതിനെ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത സമയത്ത് 2019 പ്രശ്നം ഉണ്ടായിരുന്നില്ല. 2022 ആ മുൻപത്തെ ആ ഭൂമി വാങ്ങിയ ആളുകൾ, അവരുടെ ഭൂമി അത് പൈസ കൊടുത്ത് വാങ്ങിയതാണ്, അവർക്ക് അവിടെ താമസിക്കാനുള്ള അധികാരം അവര് കാശ് കൊടുത്ത് വാങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണ്, സത്യമാണെന്നാണ് എൻ്റെ രേഖകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങിയ ഭൂമിയിൽ കരടക്കാൻ പോയപ്പോൾ ആ കരടക്കാനുള്ള അവകാശം അവർക്ക് കിട്ടുന്നില്ല എന്ന് വന്നു. ഇതാണ് സത്യം പറഞ്ഞാൽ അവിടുത്തെ ഇഷ്യൂ. വഖഫ് എന്നുള്ള സാധനം വരുന്നുണ്ടോ അല്ലെങ്കിൽ വഖഫ് അല്ലാത്ത ഭൂമി ആയതുകൊണ്ടോ മറ്റൊന്നുമല്ല, രേഖയിൽ വന്നിട്ടുള്ള അങ്ങനെ ഒരു കോൺട്രാഡിക്ഷൻ. അതിന് പുറമെ അതിനെ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അത് വിൽറ്റു എന്ന് പറയുന്ന ഒരു സാധനം, അത് പിന്നീട് വേണ്ട രൂപത്തിൽ കൈകാര്യം ചെയ്യുകയും പരിഹാരം ഒരുക്കാനും ആ സർക്കാരുകൾ കോടതി ഉത്തരവ് ഉണ്ടായിട്ടും അതിനൊരു നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവാതെ വന്ന സാഹചര്യം. ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂസ് ആണ്, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒരു ഇഷ്യൂസ് ആണ്. എന്താ അതിന്റെ സാധനങ്ങൾ എന്നുള്ളതിലേക്ക് വേറെ പോകേണ്ടതാണ്. അങ്ങനത്തെ ഒരു ഏരിയ അതിന്റെ ഫാക്ട് അറിയാതെയാണ് വഖഫ് നിയമങ്ങൾ വന്നാൽ അത് വേറെ ആളുകൾ കൈയടക്കിയതാണ്, വഖഫ് അല്ലാത്ത ഭൂമിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ പോലെ വഖഫ് യൂസർ എന്നുള്ള പേരിലൊക്കെ വരുന്ന നിയമങ്ങളും അതിന്റെ അധികാര പരിധിയുള്ളതുകൊണ്ടൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് അതിനെ മറ്റൊന്നാക്കി ഒരു കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കിയിട്ടൊക്കെ മാറ്റാനുള്ള ശ്രമങ്ങളാണ്. അല്ലാതെ വഖഫിനും ഈ സാധനവുമായിട്ട് നേരിട്ടോ മറ്റോ ഉള്ള ബന്ധങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് മുനമ്പം വിഷയത്തെ വളരെ ചുരുക്കി പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചർച്ച 1 മണിക്കൂറിലധികം അല്ലെങ്കിൽ ഒരുപാട് നീണ്ടുപോയി എന്നുള്ള ബോധ്യമുണ്ട്. വോയിസുകളും ലോങ് ആണ്, അതും വളരെ ഫലവത്തായ രൂപത്തിലൊന്നും ഈ വാട്സപ്പ് വോയിസ് എന്നുള്ളതിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് തന്നെ പറയാൻ പൂർണ്ണാർത്ഥത്തിൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്തായാലും രേഖകൾ ഞാൻ അയച്ചതിലുണ്ട്. 95 നിയമവും 2025 പുതുതായിട്ട് വന്ന 2024 ബില്ലായിട്ട് വന്ന സാധനവും ആദ്യമേ അയച്ച രേഖകളിലുണ്ട്. പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വന്ന സാധനങ്ങൾ ഏതൊക്കെയാന്നുള്ളത് ഈ ഫോട്ടോ അയച്ച സാധനങ്ങളിലുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി അല്ലെങ്കിൽ അതിന്റെ മൊറാലിറ്റിയെ ഏതൊക്കെ അർത്ഥത്തിൽ ബാധിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന കോടതിയിൽ സമർപ്പിച്ച ഒരു റിട്ട് പെറ്റീഷൻ, ആ പെറ്റീഷന്റെ ആ കോപ്പി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഒരു മെച്ചം എന്താന്ന് ചോദിച്ചാൽ എന്തൊക്കെയാണ് ഓരോന്നുള്ളതിലേക്ക് നമുക്ക് പോകാൻ കഴിയും. ചുരുക്കി പറയുമ്പോൾ പുതിയ കാലത്ത് ഇന്ത്യയിൽ വരുന്ന പല നിയമങ്ങളും, അത് പൗരത്വ നിയമമാവട്ടെ, മുത്തലാഖ് ബില്ലാവട്ടെ, അങ്ങനെ വരുന്ന പല നിയമങ്ങളും
മറ്റുള്ള ആളുകളെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ടാർഗറ്റ് രജിസ്ട്രേഷനുള്ള സാധനം നടക്കുന്നുണ്ട്. ഈ അടുത്താണ് ഒരു കോടതിയിൽ നിയമപഠനത്തിന്റെ ഭാഗമായിട്ട് ഒരു ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് അഡ്വക്കേറ്റ് ഓഫീസിൽ പോയിരിക്കെ അവിടുന്ന് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ആ ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള ഒരാൾ പറഞ്ഞത്, മറ്റ് മതങ്ങളിലെല്ലാം മുത്തലാഖിനെ കുറിച്ചാണ്, മുത്തലാഖിന്റെ അത് പാടുവോ പാടില്ല എന്നുള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ആളുകളാണ്. എന്നാലും ഈ വിഷയങ്ങളിൽ മുസ്ലിം സമുദായത്തിലെ ആളുകൾക്ക് മാത്രം ഒരു ഒരു നിയമപരമായിട്ടൊരു കാര്യത്തിൽ നിന്ന് ഒഴിവാകണം എന്നുള്ള താല്പര്യം ഉണ്ടായാൽ, അവരതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയാൽ അവർ പേടിക്കുകയാണ് ഇപ്പോൾ. കാരണം അതിൽ മാത്രമേ ഉള്ളൂ ഒരു വിവാഹബന്ധം ഏർപ്പെടുത്തുമ്പോൾ അത് ഒരു ക്രിമിനൽ കുറ്റമാവുന്നത്. 3 വർഷം ജയിലിൽ കിടക്കാൻ പറ്റുന്ന ഇനിയൊരു ഭാര്യ വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് ഭർത്താവിനെ ദേഷ്യമുള്ള ഭർത്താവിനോട് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ഒരുക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ആ മുത്തലാഖ് ചൊല്ലി എന്നുള്ള സാധനം വരികയാണെങ്കിൽ, ഡോക്യുമെന്റോ മറ്റോ ഒന്നും ഇല്ലാത്ത രൂപത്തിൽ അത് വരികയാണെങ്കിൽ അത് കോടതി ക്രിമിനൽ കുറ്റമാവുന്ന 3 വർഷം ജയിലിൽ കിടക്കേണ്ടി വരുന്ന കുറ്റമായുമായി വരുന്ന രൂപത്തിൽ ഒരു സമുദായത്തിന്റെ മാത്രം നിയമത്തെ മാറ്റുകയാണ്. മറ്റു മതങ്ങളിലെല്ലാം ഇതേപോലത്തെ വിവാഹമോചനങ്ങൾ നടക്കുന്നുണ്ട്, പ്രൊസീജിയർ വേറെയാണെങ്കിലും. പക്ഷെ മുത്തലാഖ് എന്നൊരു നിയമം വന്ന ഒരാളുകളെ മാത്രം ടാർഗറ്റ് ചെയ്യുക, പൗരത്വ നിയമം എന്നുള്ള പേര് വെച്ച് എല്ലാ മതങ്ങളെയും മറ്റ് അഭയാർത്ഥികളായിട്ട് കയറ്റുക, ഒരു മതത്തിലുള്ള ആളുകളെ മാത്രം കയറ്റൂല എന്ന് പറയാ. അങ്ങനെ പുതിയ കാലത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചുട്ടെടുക്കപ്പെടുന്ന പല നിയമങ്ങളും ടാർഗറ്റഡ് ആയിട്ടുള്ള ലെജിസ്ലേഷനാണ്. എന്ന് പറഞ്ഞാൽ ചില ആളുകളെ ഉന്നം വെച്ചുകൊണ്ടുള്ള ചില ലെജിസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ കാലമാണ്. ആ പുതിയ കാലത്തിൽ അതിന്റെ ഭാഗമായി വലിയ അർത്ഥത്തിൽ പൗരത്വ ഭേദഗതിയൊക്കെ പോലെ അല്ലെങ്കിൽ അതിനോളം ദൂരവ്യാപകമായി പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള ഇതിലേക്കൊക്കെ പതുക്കെയാണെങ്കിലും പല രൂപത്തിലും പല ലൂപ്പ് ഹോളുകളും വെച്ച് അതിലേക്കൊക്കെ കടന്നു കയറാനും അത് തങ്ങളുടേതാണെന്ന് പറയാനും അതിനെ പ്രശ്നബാധിതമായിട്ടുള്ള സ്ഥലങ്ങളാക്കി മാറ്റി അല്ലെങ്കിൽ ഡിസ്പ്യൂട്ടഡ് ആയ ഭൂമികളാക്കി മാറ്റി ഇതേപോലുള്ള വഖഫ് ബൈ യൂസറായി ഉപയോഗിക്കുന്ന പല ഭൂമികളെയും എന്താക്കാൻ, തങ്ങളുടേതാക്കി മാറ്റി വഖഫിൽ നിന്ന് ഒഴിവാക്കാനുള്ള പല ലൂപ്പ് ഹോളുകൾ വെച്ചിട്ടുള്ള ഒരു ലെജിസ്ലേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു അമെൻമെന്റ് ബില്ലാണ് പാർലമെന്റുകളിൽ കൊണ്ടുവന്നതും അത് പിന്നീട് ആക്ട് ആയിട്ട് മാറുന്നതും. ഇത്രയാണ് ഈ വിഷയത്തിൽ ചുരുക്കി പറയുമ്പോൾ പറയാനുള്ളത്. അപ്പോൾ അത്തരം നിയമങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ആ വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ വിചാരപ്പെടലുകൾ ഉണ്ടാവുന്നു. അതിന്റെ ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഭരണഘടനാ മൂല്യങ്ങളോട് അത് വരുത്തുന്ന തെറ്റുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത്തരം കൂട്ടായ്മകൾ അല്ലെങ്കിൽ ഒരു ഉത്ബോധന നിലക്കുള്ള കാര്യങ്ങൾ വരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അതിനെ വലിയ അർത്ഥത്തിൽ തന്നെ നമ്മൾ കാണണം. ഇത്ര നേരം കേട്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. പുതിയ കാലത്ത് ഈ ഒരു ഇത്തരം വിഷയങ്ങൾ ചർച്ചകളും അതിന്റെ അനുബന്ധമായിട്ടുള്ള ഇപ്പോൾ എസ്എ കോമ്പറ്റീഷനോ മറ്റോ കാര്യങ്ങളൊക്കെ വരുന്നു കേൾക്കുന്നു. അതൊക്കെ ഭംഗിയാക്കി നിർവഹിക്കാനും നമ്മുടേതായ ദൗത്യങ്ങൾ ചെയ്യാനൊക്കെ നമുക്ക് കഴിയട്ടെ. ഇത്തരം നീക്കങ്ങളും ഈ വിഷയങ്ങൾ നമ്മൾ ബോധവാന്മാരാവുക, അതിനെതിരെ ശബ്ദിക്കുക, ഈ വിഷയങ്ങളെ കുറിച്ചിട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് അത് മാറ്റപ്പെടാനുള്ള കാരണം. എന്തായാലും നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വീകരിക്കട്ടെ. ഏതെങ്കിലും അർത്ഥത്തിൽ ഏതെങ്കിലും വിഷയങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അറിയുന്നത് നമുക്ക് പറയാം, അറിയാത്തതാണെങ്കിൽ അന്വേഷിച്ചിട്ടോ മറ്റോ ഒക്കെ നമുക്കത് തീർക്കാം. എന്തായാലും കേട്ടിരുന്നതിന് ഒന്നുകൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇതിനൊരു അവസരം ഒരുക്കിയ പ്രിയപ്പെട്ട സൽമാൻ ഉദി ഉസ്താദ് അടക്കമുള്ള പ്രിയപ്പെട്ട എല്ലാവർക്കും, ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ, ഇതുവരെ കേട്ട ആളുകൾ എല്ലാവർക്കും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.